ഹരി ഓം ഹരി ഓം ഹരി ഓം നാരായണ. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാതരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സ്വോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഈ വർഷത്തെ അവസാന ദിവസത്തേക്ക് ഏവർക്കും സുസ്വാഗതം. നാളെ ഇംഗ്ലീഷ് വർഷം, പുതുവർഷം ആരംഭിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ആത്മസ്വരൂപികളായ നമ്മളെല്ലാവരും കാലാതീതരാണ്. ഇനി മറ്റൊരു ദൃഷ്ടിയിൽ നോക്കിയാൽ നമ്മുടെ ഭാരതീയമായിട്ടുള്ള നവവർഷം അത് വിഷുവിനോടനുബന്ധിച്ചാണ്. കേരളത്തിൻ്റെ നവവർഷം ചിങ്ങമാസം 1-ാം തീയതിയാണ്. ഇങ്ങനെയൊക്കെ പല വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും ലോകം മുഴുവൻ ന്യൂ ഇയറായിട്ട് നാളെയാണ്, അല്ലെങ്കിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ലോകം മുഴുവൻ പുതുവർഷം പിറക്കുന്നു. ഓരോ ദേശത്തും അവിടുത്തെ ക്ലോക്ക് അനുസരിച്ച്. എല്ലാവർക്കും ആ ഒരു പുതുവർഷം നല്ലതിനെ കൊണ്ടുവരട്ടെ. എല്ലാവർക്കും സന്തോഷപ്രദമാകട്ടെ, ആരോഗ്യദായകമാവട്ടെ, ശാന്തിദായകമാവട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, പരസ്പരം ആശംസിക്കാം. ഇന്ന് രാവിലെ ഞാൻ ക്ലാസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ്. എനിക്ക് പ്രോഗ്രാം ഉള്ളതാണ് പുറത്ത്. പക്ഷെ വളരെ ദൂരെയാണ്, കോഴിക്കോട് അതിർത്തിയിലാണ്. കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ അടുത്ത് കൊണ്ടോട്ടി, അവിടെ ഒരു ഭദ്രകാളി ഭക്തസംഘം കുടുംബസംഗമമാണ്. ഇവിടുന്ന് 3.5 മണിക്കൂർ വണ്ടി ഓടിക്കണം, തിരിച്ചും 3.5 മണിക്കൂർ. അപ്പോൾ 7 മണിക്കൂർ നിന്ന് വണ്ടി ഓടിക്കാനുള്ള ആ ഒരു ഇത് തോന്നിയില്ല. അതിനുള്ളൊരു പ്രയോജനവും അവിടെ പോയാൽ ഉണ്ടാവില്ല. കാരണം ഒരുപാട് ആളുകളെ അവർ സംസാരിക്കാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സംസാരം വളരെ ചുരുക്കേണ്ടി വരും. ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് പോയിട്ട് അരമണിക്കൂറൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട കാര്യമില്ല. ശ്രദ്ധയുള്ളവർ നല്ല രീതിയിൽ താല്പര്യമുള്ളപ്പോൾ വിളിക്കട്ടെ. അപ്പോൾ പോകാം. അത്രയൊക്കെ ദൂരം കഷ്ടപ്പെട്ട് പോകുമ്പോൾ അതിൻ്റെ വെറുത്ത് വേണം. അത്രയുള്ള നമുക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ യാത്രകൾ തന്നെയായിരുന്നു തുടർച്ചയായിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ക്ഷീണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഒന്ന് എന്താ പറയുക, ഷോൾഡറും അതിൻ്റെ ബാക്ക് സൈഡും കുറച്ചൊരു പെയിൻ ഉണ്ട്, ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഇന്നത്തെ പ്രോഗ്രാം പുറത്തുള്ളത് ക്യാൻസൽ ചെയ്തു. അത്രയും നേരം നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മുടെ സത്സംഗം തുടരാം. ഭഗവാന്റെ ഇച്ഛ ഇതാണ്. അപ്പോൾ നമുക്ക് ഭാഗവത ജ്ഞാനഗംഗ പ്രവാഹത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഭാഗവത ജ്ഞാനഗംഗ സപ്തമസ്കന്ധത്തിലെ 12-ാം അധ്യായത്തിലാണ്. ആദ്യത്തെ 16 ശ്ലോകങ്ങളെ കൊണ്ട് ബ്രഹ്മചര്യാശ്രമം പറഞ്ഞു കഴിഞ്ഞു. ഇനി വാനപ്രസ്ഥാശ്രമമാണ് നമ്മൾ കാണുന്നത്. ഗൃഹസ്ഥാശ്രമം അടുത്ത അധ്യായങ്ങളിൽ വിശദമായിട്ട് കാണും. അപ്പം ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗൃഹസ്ഥത്തെ കവച്ചു വെച്ച് വാനപ്രസ്ഥമാണ് ഇവിടെ ഈ അധ്യായത്തിൽ ഇനി വർണ്ണിക്കാൻ പോകുന്നത്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. ആദ്യം പാരായണം ചെയ്യാം. 12-ാം അധ്യായം മുഴുവൻ പാരായണം ചെയ്യാം. ഇന്നലെ എടുത്തതും ഇന്നെടുക്കാനുള്ളതും. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ
സപ്തമസ്കന്ധേ ദ്വാദശോऽധ്യായः. നാരദ ഉവാച ബ്രഹ്മചാരീ ഗുരുകുലേ വസന്താന്തോ ഗുരോർഹിതം ആചരൻ ദാസവൻ നീചോ ഗുരൗ സുദൃഢസൗഹൃദഃ സായം പ്രാതരുപാസീത ഗുരുവജ്ഞർക്ക സുരോത്തമാൻ ഉഭേ സന്ധ്യേ ച യദവാഗ്ജവൻ ബ്രഹ്മസമാഹിതഃ ഛന്ദാംസ്യദീയീത ഗുരോഃ आहूतश्चेत् सुयन्द्रितः उपक्रमे अवसाने च चरणौ शिरसा नमेत मेघलाजिनवासांसि जडादण्डकमण्डलोन् बिभ्रियादुपवीदं च दर्भपाणिर्यदोदितम् सायं प्रातश्चरेद्वैक्षं गुरवे तन्निवेदयेद भुञ्जीत यदि अनुज्ञातो नो चेदुपवसेत् क्वचित् सुशीलो मिदबुक् दक्षः श्रद्धानो जितेन्द्रियः यावदर्थं व्यवहरेत स्त्रीषु स्त्रीनिर्जितेषु च वर्जयेत् प्रमदागादाम् अगृहस्थो बृहद्व्रतः इन्द्रियाणि प्रमादीनि हरन्त्यभियतेर्मनः केशप्रसादनोन्मर्दस्नपनाभ्यञ्जनादिकम् गुरुस्त्रीभिर्युवतिभिः कारयेन्नात्मनो युवा नन्वग्निः प्रमदा नाम घृतकुम्भसमः पुमान् सुतामपिरहो जह्याद् अन्यदा यावदर्थकृत् कल्पयित्वात्मना यावदाभासम् इदमीश्वरः द्वैतं तावन्न विरमेत ततो ह्यस्य विपर्ययः एतत् सर्वं गृहस्थस्य समाम्नातं यतेरपि गुरुवृत्तिर्विकल्पेन गृहस्थस्य ऋतुगामिनः अञ्जनाभ्यञ्जनोन्मर्दस्त्र्यवलेघामिषं मधु स्रग्गन्धलेपालङ्कारां त्यजेयुर्ये धृतव्रताः उषित्वैवं गुरुकुले द्विजोऽधीत्यावबुद्ध्य च त्रयीं साङ्गोपनिषदं यावदर्थं यदा बलं दत्त्वा परमनुज्ञातो गुरोः कामं यदीश्वरः गृहं वनं वा प्रविशेत् प्रव्रजेत् तत्र वा वसेत् अग्नौ गुरौ आत्मनि च सर्वभूतेष्वधोक्षजम् भूतैः स्वधामभिः पश्येत प्रविष्टं प्रविष्टवत् एवं विदो ब्रह्मचारी वानप्रस्थो यदिर्गृही चरन् विदितविज्ञानः परं ब्रह्माधिगच्छति वानप्रस्थस्य वक्ष्यामि नियमान् मुनिसम्मतान् यानातिष्ठन्मुनिर्गच्छेद ऋषिलोकम् इहाञ्चसा न कृष्टपथ्यमस्नीयाद् अकृष्टं चापि अकालतः अग्निपक्वमदामं वा अर्कपक्वम् उदाहरेत् वन्यैश्चरुपुरोडाशान् निर्वपेत् कालचोदितान् लब्धे नवे नवे अन्नाद्ये पुराणं तु परित्यजेत् अग्न्यर्थमेव शरणम् उडजं वा द्रिगन्धराम् श्रयेद हिमवायुऽग्निवर्षार्कातपशात् स्वयम् केशरोमनगस्मश्रुमलानि जडिलो ददत् कमण्डल्वजिने दण्डवल्कलाग्निपरिच्छदान् चरेद्वने द्वादशाब्दान् अष्टौ वा चतुरो मुनिः द्वावेकं वा यदा बुद्धिः न विपद्येत कृच्छ्रदः यदा कल्पस्वक्रियायां व्याधिभिर्जरयादवा अन्वीक्षिक्यां वा विद्यायां कुर्याद् अनशनादिकम् आत्मन्यग्नीं समारोप्य सन्न्यस्याहं ममात्मतां कारणेषु न्यसेत् सम्यक् सङ्घातं तु यदार्हतः खेकानि वायौ निःश्वासान् तेजसि ऊष्माणमात्मवान् अप्सु असृक्श्लेष्मपूयानीक्षितौ श्रेष्ठं यतोद्भवम् वाचमग्नौ सवक्तव्याम् इन्द्रे शिल्पं करावपि पदानि गत्या वयसि रत्योपस्थं प्रजापतौ मृत्युौ पायुं विसर्गं च यदा स्थानं विनिर्दिशेत दिक्षु श्रोत्रं सनादेन स्पर्शमध्यात्मनि त्वचं रूपाणि चक्षुषा राजन् ज्योतिषि अभिनिवेशयेत् अप्सु प्रचेतसा जिह्वां ग्रेह्यैर्घ्राणं क्षितौ न्यसेत मनोरथैश्चन्द्रे बुद्धिं बोध्यैः कवौ परे कर्माण्यध्यात्मना रुद्रे यदहं ममता क्रिया सत्त्वेन चित्तं क्षेत्रज्ञे गुणैर्वैकारिकं परे अप्सु क्षितिम् अपो ज्योतिषि अधो वायौ नभस्यमुम् कूढस्ते तच्च महति
തദവ്യക്തക്ഷരേ തത് ഇത്യക്ഷരതയാത്മാനം ചിന്മാത്രമവശേഷിതം ജ്ഞാത്വാദ്വയോദവിരമേത് ദഗ്ധയോ നിരിവാനലഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ യുധിഷ്ഠിര നാരദ സംവാദേ സദാചാര നിർണയോ നാമ ദ്വാദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. Fear. ഇന്നലെ ബ്രഹ്മചാരി ധർമ്മം നമ്മൾ സാമാന്യമായിട്ട് കണ്ടു. ഇന്നലെ വൈകുന്നേരം 6-ാം ശ്ലോകം മുതൽക്കാണ് എടുത്തത്. നല്ല ശീലങ്ങളും മിതമായ ഭക്ഷണാദികളും എല്ലാ കാര്യത്തിലും ദക്ഷതയും ശ്രദ്ധ ധരിക്കുന്നവനും ഇന്ദ്രിയ ജയം നേടിയവനും ആയി ബ്രഹ്മചാരി സ്ത്രീകളിലും സ്ത്രീജിതന്മാരിലും ആവശ്യത്തിന് മാത്രം വ്യവഹാരം ചെയ്യേണ്ടതാണ്. അതുപോലെ ഗൃഹസ്ഥന്മാരല്ലാത്തവർ സ്ത്രീകളെ സംബന്ധിച്ച വർത്തമാനങ്ങൾ വർജിക്കേണ്ടതാണ്. കാരണം ഒരു യതിയാണെങ്കിൽ പോലും ഇന്ദ്രിയങ്ങൾ അവരെ മതിച്ച് വേണ്ടാത്ത വിഷയങ്ങളിലേക്ക് വലിച്ചഴയ്ക്കും. അതുപോലെ അവനവൻ്റെ ശരീരത്തെ സ്ത്രീകളെ കൊണ്ട് ആവശ്യമില്ലാതെ സ്പർശിപ്പിക്കുന്ന ഇടപാടുകളൊന്നും ആവശ്യമില്ല. ഗുരുസ്ത്രീകളോ യുവതികളെ കൊണ്ടോ കേശപ്രസാദനം, ഉന്മർദ്ദനം, സ്നാപനം, അഭ്യഞ്ജനം മുതലായ കാര്യങ്ങൾ ചെയ്യിക്കാതിരിക്കുക. സ്ത്രീകൾ അഗ്നി പോലെയാണ്, പുരുഷന്മാർ നിറച്ച നെയ്യ് നിറച്ച കലശം പോലെയാണ്, ഹൈലി ഇൻഫ്ലാമബിൾ. അതുകൊണ്ട് ഗൃഹസ്ഥന്മാർ പോലും സ്വന്തം പുത്രിമാരെ പോലും ഏകാന്തതയിൽ രഹസ്യമായിട്ട് ഒന്നിച്ച് ഇരിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി ഈ ദ്വൈതഭാവത്തെ നമുക്ക് എല്ലാം ഈശ്വരനാണ് എന്നുള്ളതായിട്ടുള്ള ബോധം ഉറയ്ക്കുന്നത് വരെ ഈ വ്യവഹാരിക നിയമങ്ങളെ പാലിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ വിപരീതം വന്നു ചേരും. അതാണ് തതോ ഹ്യസ്യ വിപര്യയഃ. വിപരീതം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെ സദാചാരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ബ്രഹ്മമയമാണെന്നുള്ള സാക്ഷാത്കാരം ഉറച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. അവർക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം. അവരെ ഈ ശാസ്ത്രങ്ങളൊന്നും ശാസിക്കുന്നില്ല. ദേ ആർ ഫ്രീ. അതുകൊണ്ട് അജ്ഞാനികളോടാണ് ഈ ഉപദേശങ്ങൾ മുഴുവൻ. വ്യവഹാരം സത്യമെന്ന് കരുതി വ്യവഹാരത്തിൽ ജീവിക്കുന്നവരോടാണ് വ്യവഹാരത്തിലെ നിയമങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. വ്യവഹാരം മിഥ്യയാണ്, സ്വപ്ന സദൃശമാണ് എന്ന് ഉറപ്പുള്ളവർക്ക് അവരുടെ ഇഷ്ടം പോലെ ആവാം. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഗൃഹസ്ഥന്മാർക്കും ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു, യതിക്കും ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഗൃഹസ്ഥൻ ഋതുഗാമിയായിരിക്കുന്ന സമയത്ത് ഗുരുവൃത്തി അയാൾക്ക് സ്വന്തം ഉചിതമായ രീതിയിൽ
അനുഷ്ഠിക്കാവുന്നതാണ്. ഋതുകാലഗാമിയായിരിക്കുന്ന ഒരാൾ തൻ്റെ ഭാര്യാഗമനം നടത്തുന്നതായിട്ടുള്ള ദിവസങ്ങളിൽ വേണമെങ്കിൽ അനധ്യയന ദിവസങ്ങളാക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പക്വതയുണ്ടെങ്കിൽ, മനസ്ഥൈര്യം ഉണ്ടെങ്കിൽ, നിസ്സംഗതയുണ്ടെങ്കിൽ ഗുരുവൃത്തി തുടരാവുന്നതാണ്. ഇനി വ്രതം ദീക്ഷിക്കുന്നതായിട്ടൊരു ബ്രഹ്മചാരി തൻ്റെ ശരീരത്തെ തേച്ചു കുളിക്കുക, ശരീരത്തെ സംസ്കരിക്കുക, സ്ത്രീകളോട് ചേർന്നിരിക്കുക, മാംസഭക്ഷണാദികൾ, മദ്യസേവ, പൂമാലകൾ, സുഗന്ധദ്രവ്യങ്ങൾ, ആഭരണങ്ങൾ, ഇതൊക്കെ ശരീരത്തിൽ ധരിക്കുന്നതെല്ലാം വർജിക്കേണ്ടതാണ്. ഇതെല്ലാം ദേഹാഭിമാനത്തെ വർദ്ധിപ്പിക്കുന്നതും മറ്റ് വിഷയസംഘങ്ങളെ വർദ്ധിപ്പിക്കുന്നതുമാണ്, നമ്മുടെ മനസ്സിനെ കലുഷിതം ആക്കുന്നതാണ്. ഇങ്ങനെ ഒരു സംസ്കാരം ലഭിച്ചവൻ, ദ്വിജൻ, ഉപനയനാദി സംസ്കാരം ലഭിച്ചിരിക്കുന്ന ഒരുവൻ ഗുരുകുലത്തിൽ വസിച്ച് അധ്യയനം ചെയ്ത് അതിൻ്റെ സാരത്തെ അവബുദ്ധ്യ അറിയേണ്ടതറിഞ്ഞ് വേദങ്ങളെ അതിൻ്റെ അംഗങ്ങളോടും ഉപനിഷത്തുക്കളോടുകൂടി അവനവന് പ്രയോജനമുള്ളതുപോലെ അവനവൻ്റെ കുലധർമ്മം, ഗോത്രധർമ്മം, സ്വധർമ്മം അനുഷ്ഠിക്കാൻ എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം വേദങ്ങളൊക്കെ പഠിക്കുക, ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുക, അവനവൻ്റെ ശക്തിക്കനുസരിച്ച് യഥാബലം. അതിനുശേഷം ഗുരുവിൽ നിന്ന് അനുജ്ഞ നേടി തനിക്ക് ശക്തി ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഗുരുദക്ഷിണയെല്ലാം കൊടുത്ത് ഗുരുവിനെ സന്തോഷിപ്പിക്കാം. അതല്ലെങ്കിൽ പിന്നീട് തൻ്റെ കഴിവിനനുസരിച്ച് താൻ സമ്പാദിക്കുമ്പോൾ ആ ഗുരുദക്ഷിണ സൗകര്യം പോലെയൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കേണ്ടതാണ്. ഇതൊക്കെ വേദങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നിട്ട് ബ്രഹ്മചാരിക്ക് എവിടേക്ക് വേണമെങ്കിൽ 3 ആശ്രമങ്ങളിലേക്കും പ്രവേശിക്കാം. ഒന്നുകിൽ ഗൃഹസ്ഥാശ്രമിയാവാം, അല്ലെങ്കിൽ വാനപ്രസ്ഥനാകാം, അല്ലെങ്കിൽ പരിവ്രാജകനായ സന്യാസിയാകാം. ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് വേണം ഈ 3ലേക്കും പ്രവേശിക്കാൻ. ബ്രഹ്മചര്യമാണ് എല്ലാറ്റിനും അടിത്തറ. അടിത്തറ ഉറപ്പിച്ച ശേഷേ മറ്റ് കെട്ടിടങ്ങൾ കെട്ടാവൂ, അല്ലേ? അതുപോലെ നമ്മുടെ മറ്റാശ്രമങ്ങളാകുന്ന ജീവിതത്തിലേക്ക് ഉള്ള അടിത്തറയാണ് ബ്രഹ്മചര്യാശ്രമം. ആ ബ്രഹ്മചര്യാശ്രമത്തിൽ വേണ്ടതായിട്ടുള്ള അറിവും ശിക്ഷണവും നല്ല സദാചാരവും ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ മറ്റ് 3 ആശ്രമങ്ങളിലും വിജയം ഉണ്ടാവുകയുള്ളൂ. അത് വേണ്ടതുപോലെ ഫലിക്കണമെങ്കിൽ വാനപ്രസ്ഥമോ ഗൃഹസ്ഥാശ്രമോ സന്യാസാശ്രമമോ തന്നെ സഹായിക്കണമെങ്കിൽ, തനിക്ക് ജീവിത ലക്ഷ്യപ്രാപ്തിക്ക് അത് അനുകൂലമായി തീരണമെങ്കിൽ ബ്രഹ്മചര്യാശ്രമത്തിൽ വേണ്ട ആ ഒരു പരിശീലനം നേടിയിരിക്കണം. അഗ്നൗ ഗുരൗ ആത്മനിച്ച് സർവഭൂതേഷു അധോക്ഷജം ഭൂതൈ സ്വധാമ വിപശ്യേത് അപ്രവിഷ്ടം പ്രവിഷ്ടവത്. താൻ പൂജിക്കുന്ന അഗ്നിയിലും ഗുരുവിലും തന്നിലും എല്ലാറ്റിലും അധോക്ഷജൻ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തതായിട്ടുള്ള ഭഗവാൻ സർവഭൂതങ്ങളിലും പ്രവേശിച്ചിരിക്കുന്നു എന്ന് കാണണം. അദ്ദേഹം പ്രവേശിച്ചിട്ടില്ലെങ്കിലും പ്രവേശിച്ചതുപോലെ ഇരിക്കുന്നു എന്നറിയണം. ഇനി സർവവ്യാപിയായ ഈശ്വരനെ എന്തിന് ഞാൻ പൂജിക്കണം, എവിടെ പൂജിക്കണം എന്നൊക്കെയുള്ളതിനാണ് സംശയം തീർക്കാനാണ്. സർവവ്യാപി തന്നെയാണ് ഈശ്വരൻ, എല്ലായിടത്തും നടന്ന് പൂജിക്കാനാവില്ല. അതുകൊണ്ട് നിങ്ങൾക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേക സ്ഥാനങ്ങളിൽ അഗ്നിയിൽ ഈശ്വരനെ ആരാധിക്കുക, ഗുരുവിൽ ആരാധിക്കുക, അവനവന്റെ ഉള്ളിലും ആത്മസ്വരൂപനായ ഈശ്വരനെ തിരിച്ചറിയുക. സർവഭൂതങ്ങളിലും ഏകനായ ഈശ്വരൻ തന്നെയാണെന്ന് അറിയുന്നത് വരേക്കും ഈ മൂർത്തി പൂജകൾ തുടരേണ്ടതാണ്. ഏവം വിദോ ബ്രഹ്മചാരി വാനപ്രസ്ഥോ യതിർഗൃഹി ചരൻ വിദിത വിജ്ഞാന പരം ബ്രഹ്മാധിഗച്ഛതി. ഏവം വിധ, ഇപ്രകാരം ജീവിതത്തിൽ പക്വത നേടിയിട്ടുള്ള, അടിസ്ഥാനമായി അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിയുകയും അച്ചടക്കമുള്ളവനുമായിരിക്കുന്ന ആ ബ്രഹ്മചാരി
ഏവം വിധ ചരന് ഇപ്രകാരം വ്യാപരിക്കുന്നവനായിട്ട് വിദിത വിജ്ഞാന അറിയേണ്ടതെല്ലാം അറിഞ്ഞവനായിട്ട് അറിഞ്ഞിരിക്കുന്ന ശാസ്ത്രങ്ങളോടുകൂടിയവനായിട്ട് പരംബ്രഹ്മ അധിഗച്ഛതി ആ പരബ്രഹ്മത്തെ അവൻ പ്രാപിക്കും. പരബ്രഹ്മത്തെ പ്രാപിക്കലാണ് എല്ലാവരുടെയും ജീവിത ലക്ഷ്യം. ഇവിടെ പ്രാപിക്കുക എന്നുള്ളത് ഒരു ഫിസിക്കൽ ആക്ഷൻ അല്ല, നേരെ മറിച്ച് അറിവ് കൊണ്ട് പ്രാപിക്കലാണ്. ലബ്ധസ്യ ലബ്ധി, സിദ്ധസ്യ സിദ്ധി, പ്രാപ്തസ്യ പ്രാപ്തി. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടും പോലെ അല്ല വാസ്തവത്തിൽ, മറഞ്ഞു കിടക്കുന്നത് ആ മറവ് നീക്കി, കവർ നീക്കി നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ആത്മസ്വരൂപമായിരിക്കുന്ന ഈശ്വരനെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ പ്രാപിക്കുക എന്നുള്ളത് വെറും വ്യാവഹാരികമായ വാക്ക് മാത്രം. വാക്കുകൊണ്ട് പ്രാപിക്കുന്നു എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പ്രാപ്തസ്യ പ്രാപ്തി, എവിടെയെങ്കിലും പോയി പ്രാപിക്കുകയല്ല. അപ്പോൾ ഇവിടെ ഇല്ല എന്ന് വരും. എവിടെയെങ്കിലും പോയി പ്രാപിക്കേണ്ടതാണ് ആത്മതത്വമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തൊരു വസ്തുവിനെയാണ് നമ്മൾ എവിടെയെങ്കിലും പോയി പ്രാപിക്കുക. അങ്ങനെ എവിടെയെങ്കിലും പോയി പ്രാപിച്ചൊരു വസ്തുവാണെങ്കിൽ പിന്നീട് അതിൽ നിന്ന് അകലേണ്ടിയും വരും. അത് നമ്മളെ വിട്ടു പോവുകയും ചെയ്യും. ഇപ്പോൾ ഉണ്ടായതെല്ലാം നശിക്കുന്നത് പോലെ പ്രാപിച്ചതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് ലോക സ്വഭാവമാണ്. കാരണം ലോകം ചലനാത്മകമാണ്, ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. എല്ലാവരും നിർബന്ധിതരാണ് ചലനത്തിന്. അപ്പോൾ പ്രാപിച്ചതാണെങ്കിൽ നഷ്ടപ്പെടും. അപ്പോൾ ഇത് പ്രാപിക്കുക എന്നുള്ളത് വെറും ശബ്ദം മാത്രമാണ്. പ്രാപിച്ചതിനെ തന്നെ തിരിച്ചറിയുകയാണ്. നേരത്തെ നമ്മുടെ കൂടെയുള്ള വസ്തുവിനെ നമ്മൾ ഇത്രയും കാലം അറിയാതെ കഴിച്ചുകൂട്ടി. ഇപ്പോൾ അത് എൻ്റെ തന്നെ സ്വരൂപം ഇന്നതാണെന്ന് അറിയുകയാണ്. കഴുത്തിലെ മാല നമ്മൾ കാണാതായിട്ട് തിരയും, അവസാനം കഴുത്തിൽ നിന്ന് തന്നെ കണ്ടുകിട്ടും. കണ്ണട കണ്ണിൽ തന്നെ വെച്ചുകൊണ്ട് അതിലൂടെ കണ്ണടയെ അന്വേഷിക്കുന്നവരുണ്ട്. അവസാനം കണ്ണട അവിടെ തന്നെ ഉണ്ട് എന്ന് കണ്ടെത്തും. അപ്പോൾ നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെടാത്തത് നഷ്ടപ്പെട്ടു എന്ന് തോന്നി, എന്നിട്ട് കിട്ടി എന്ന് തോന്നി. വാസ്തവത്തിൽ തോന്നലാണ് ഈ കിട്ടി എന്ന് പറയുന്നത്. അവിടെ പോയിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല. ഉള്ളത് റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് മാത്രം. ഇത്രയും ബ്രഹ്മചാരി ധർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചു. ഇനി 17-ാം ശ്ലോകം മുതൽക്ക് വാനപ്രസ്ഥന്റെ ധർമ്മങ്ങളെ പറയാം എന്ന് പറയാണ്. ഫാനില്ലാതിരിക്കാനും പറ്റില്ല. ഫാന് ഒരേ സൈഡ് തന്നെ അടിക്കുമ്പോഴാണ് വേദന. അത് നിർത്തിയില്ല. രായണ അല്ല, ഒരു തമാശ. വാനപ്രസ്ഥസ്യ വക്ഷ്യാമി നിയമാൻ മുനിസമ്മതാൻ യാനാതിഷ്ഠൻ മുനിർഗച്ഛേത് ഋഷിലോകം ഇഹാഞ്ചസാ. വാനപ്രസ്ഥസ്യ വക്ഷ്യാമി നിയമാൻ മുനിസമ്മതാൻ യാനാതിഷ്ഠൻ മുനിർഗച്ഛേത് ഋഷിലോകം ഇഹാഞ്ചസാ. വാനപ്രസ്ഥസ്യ മുനിസമ്മതാൻ നിയമാൻ വക്ഷ്യാമി. ഒരു വാനപ്രസ്ഥന്റെ നിയമങ്ങൾ അതെങ്ങനെയുള്ളത്? മുനിസമ്മതാൻ, എല്ലാ ചിന്തകന്മാർക്കും സമ്മതമായിരിക്കുന്നത്, മുനിമാർ വിധിച്ചിരിക്കുന്നത്, ലക്ഷ്യം പ്രാപിച്ചവർ വിധിച്ചത്. ഒരു ലക്ഷ്യത്തിലെത്തിയവർക്കേ മാർഗം കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ, അല്ലേ? ഒരു ലക്ഷ്യത്തെക്കുറിച്ച് അറിയാത്ത ഒരാൾക്ക് അവിടേക്കുള്ള വഴി പറഞ്ഞു തരാൻ പറ്റുമോ? ഇന്ന് വരെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയിട്ടില്ലാത്ത ഒരാൾക്ക് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാ പോകേണ്ടതെന്ന് പറയാൻ അറിയുമോ? പല പ്രാവശ്യം നിരന്തരം ആ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഏകദേശം കൃത്യമായിട്ട് പറയാം. അതും ശ്രദ്ധയില്ലാത്തവർക്ക് പറയാൻ പറ്റില്ല, അല്ലേ? പല അമ്മമാരും സ്ത്രീകള് പുരുഷന്മാരുടെ കൂടെ അങ്ങോട്ട് പോകും.
ഏതൊക്കെ വഴിക്കാ പോണത്, എന്തൊക്കെയാ വഴിയിൽ ലാൻഡ് മാർക്കുകൾ, എവിടെ നിന്നൊക്കെയാ തിരിഞ്ഞത്, ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ആ ഭർത്താവിലുള്ള വിശ്വാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോയാൽ എത്തിക്കോളും എന്ന് പറഞ്ഞ് കണ്ണടച്ച് അങ്ങോട്ട് പോവും. അപ്പോൾ വഴി ചോദിച്ചാൽ അവർക്കിട്ട് പറയാൻ പറ്റില്ല. സ്വന്തം വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ പല അമ്മമാർക്കും അറിയില്ല. അവർക്ക് അറിയാതെയല്ല, പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. കാരണം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പ്രായോഗികമായിട്ടുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ, എവിടെയൊക്കെയാണ് റോഡ് പണി നടക്കുന്നത്, എവിടെയൊക്കെ ബ്ലോക്കുകൾ ഉണ്ടാവും, എവിടെയൊക്കെ വൺ വേ ആണ്, ഇതൊന്നും പലപ്പോഴും പല അമ്മമാരും ശ്രദ്ധിക്കില്ല. വഴി ഉണ്ടായതുകൊണ്ട് മാത്രം ആയില്ല. വഴി വൺ വേ ആണെങ്കിൽ ആ വഴിക്ക് കയറി വരാൻ പറ്റുമോ, കാറുകളിലോ മറ്റോ വരുന്നവർക്ക് പറ്റില്ല. അപ്പോൾ ഏത് വഴിക്കാണ് കറങ്ങി വരേണ്ടത്, വൺ വേ ആയിരിക്കുമ്പോൾ ഇന്ന വഴിക്ക് വരണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ അറിയണം. ഇന്നടത്ത് കൾവേർട്ട് പണി നടക്കുന്നുണ്ട്, റോഡ് പണി നടക്കുന്നുണ്ട്, ബ്ലോക്ക് ഉണ്ടാവും, അതുകൊണ്ട് എളുപ്പ വഴി ഇന്ന വഴിയാണ്, ട്രാഫിക് ഇല്ലാത്ത വഴി ഇന്ന വഴിയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിരന്തരം യാത്ര ചെയ്യുന്നവർക്കേ സാധിക്കുള്ളൂ. അതിപ്പോൾ സ്ത്രീകളാണെങ്കിലും സാധിക്കും, എന്നും വാഹനം ഓടിച്ച് പുറത്തു പോകുന്നവർക്ക് അല്ലേ. പുരുഷന്മാരാണെങ്കിലും എവിടെയും പോകാത്ത മന്ദബുദ്ധികളായി വീട്ടിൽ തന്നെ ഇരിക്കുന്നവർ, കിണറ്റിൽ കിടക്കുന്ന തവളകളായതുകൊണ്ട് അവർക്കും പറയാൻ സാധിക്കില്ല. പറഞ്ഞു വന്നത്, ഒരു ലക്ഷ്യത്തെ അറിയുന്നവർക്ക്, നിരന്തരം അതുമായിട്ട് ബന്ധമുള്ളവർക്കേ അവിടേക്കുള്ള വഴി തടസ്സമില്ലാതെ പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. അതുപോലെയാണ് ഇവിടെ മുനിബിഹി അല്ലെങ്കിൽ മുനിസമ്മതാൻ എന്ന് പറഞ്ഞത്. മുനികൾക്ക് സമ്മതമായ സ്ഥാനങ്ങൾ, ആ മുനിസമ്മതങ്ങളായ നിയമങ്ങളെ, ആർക്ക്? വാനപ്രസ്ഥന്റെ. ഒരു വാനപ്രസ്ഥൻ ഏതൊക്കെ നിയമങ്ങൾ അനുഷ്ഠിച്ചാൽ അദ്ദേഹത്തിന് ഒരു മുനിമാർ പ്രാപിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം എന്ന് വക്ഷ്യാമി. അപ്പോ യാൻ ആതിഷ്ഠൻ മുനിഹി ഗച്ഛേത് ഋഷിലോകം ഇഹ അഞ്ജസ. യാൻ ആതിഷ്ഠൻ, ഏതൊരു മാർഗത്തെ, ഏതൊരു നിയമങ്ങളെ ആചരിക്കുന്നവൻ, ആതിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ആസമന്താത് തിഷ്ഠൻ, നല്ലതുപോലെ ഉറച്ചു നിന്നുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട്, അഞ്ജസ എളുപ്പത്തിൽ പ്രയാസം കൂടാതെ, ഋഷിലോകം ഗച്ഛേത് ഋഷിലോകത്തെ ഗമിക്കാം ഈ മുനിക്ക്. ഇവിടെ മുനി എന്ന് പറഞ്ഞാൽ ഈ മുനിവൃത്തി ചരിക്കുന്നവൻ. ഇവിടെ വാനപ്രസ്ഥനും മുനി തന്നെയാണ്. അപ്പോൾ വാനപ്രസ്ഥ നിയമങ്ങളെ അനുഷ്ഠിക്കുന്ന ആ മുനിക്ക് ഋഷിലോകത്തെ, മഹർലോകത്തെ, സിദ്ധന്മാരുടെ ലോകത്തെ, അല്ലെങ്കിൽ ഋഷിമാരെല്ലാം പ്രാപിച്ചതായിട്ടുള്ള ആത്മലോകത്തെ, ആത്മസാക്ഷാത്കാരത്തെ നേടാം എന്ന്. പല അർത്ഥങ്ങളാണ് ഈ ഋഷിലോകത്തിന്. ഋഷിമാർ സിദ്ധന്മാരാണ്. അപ്പോൾ സിദ്ധന്മാരുടെ ലോകം, ക്രമമുക്തിയിൽ നമ്മൾ ഭൂർഭുവ സ്വഹ എന്ന് കഴിഞ്ഞ് പിന്നെയും മഹർലോകം അല്ലെ, ജനലോകം, തപോലോകം എന്നൊക്കെ പറഞ്ഞ് മുകളിലേക്ക് പോകുന്ന ലോകങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥാനങ്ങളെ പ്രാപിക്കാൻ വാനപ്രസ്ഥ നിയമങ്ങൾ പറഞ്ഞു തരാം, കേട്ടോളൂ. ന കൃഷ്ടപശ്യമച് അസ്നീയാത് അകൃഷ്ടം ചാപി അകാലതഃ അഗ്നിപക്വമദാമം വാ അർക്കപക്വം ഉദാഹരേത്. ന കൃഷ്ടപശ്യമസ്നീയാത് അകൃഷ്ടം ചാപ്യകാലതഃ അഗ്നിപക്വമദാമം വാ അർക്കപക്വമുദാഹരേത്. അപ്പോൾ ഭക്ഷണത്തിലുള്ള ചില നിയമങ്ങളെ പറയുകയാണ്. കൃഷ്ടപക്ഷ്യം, കൃഷ്ടം എന്ന് പറഞ്ഞാൽ കർഷണം ചെയ്യപ്പെട്ടത് എന്ന് വെച്ചാലോ കൃഷി ചെയ്യപ്പെട്ടത് തന്നെയാണ്. കർഷണം എന്ന് പറഞ്ഞാൽ കലപ്പ കൊണ്ട് ഉഴുകുന്ന പണിയാണ് കർഷണം. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് വിളവെടുത്തത്, അതാണ് കൃഷ്ടം. ആ കൃഷ്ടത്തെ പചനം ചെയ്യുന്നത് കൃഷ്ടപക്ഷ്യം, പാചകം ചെയ്തത്. അപ്പോൾ കൃഷി ചെയ്ത ധാന്യങ്ങളെ പാചകം ചെയ്ത് ഭക്ഷിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാലോ ആ കൃഷി ചെയ്യുന്ന ധാന്യങ്ങളിൽ കർഷകരുടേതായിട്ടുള്ള സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉറങ്ങിക്കിടപ്പുണ്ട് സൂക്ഷ്മരൂപത്തിൽ. അവരുടെ ആ കർഷകരുടെ വാസനകൾ, ആഗ്രഹങ്ങൾ സൂക്ഷ്മരൂപത്തിൽ ആ ഭക്ഷണത്തിലുണ്ട്, ആ അന്നത്തിലുണ്ട്.
നമ്മൾ ആരാണോ പാചകം ചെയ്യുന്നത് അവരുടെ മനസ്സിന്റെ സങ്കല്പങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ട്. ആരാണോ കൃഷി ചെയ്തത് അവരുടെ സങ്കല്പങ്ങളുണ്ട്. കച്ചവടക്കാരുടെ സങ്കല്പങ്ങളുണ്ട്. നമ്മൾ ഏത് കടയിൽ നിന്നാണോ വാങ്ങിച്ചത് അവരുടെ സങ്കല്പങ്ങളൊക്കെ അതിലേക്ക് വരും. അതാണ് ഇവരുടെ ഇടയിൽ ഹലാല് കച്ചവടം. മനസ്സിലാക്കുക. ഒരു കൂട്ടര് എല്ലാം ഹലാലാക്കി കച്ചവടം ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ആ മനസ്സുണ്ടാവാൻ വേണ്ടി. അത് നിരന്തരം ഉപയോഗിക്കുന്ന ആളുകളുടെ ഉള്ളില് സൂക്ഷ്മമായിട്ട് അതിനോട് അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവം വളർന്നു വരും. അവസാനം എല്ലാവരും ആ രീതിക്കാരായി മാറും. അതാണ് അവരുടെ സങ്കല്പം. ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റെല്ലാ സാധനങ്ങളെയും ഇപ്പൊ ഫ്ലാറ്റുകൾ അല്ലേ, അവർ കൺസ്ട്രക്ഷൻ നടത്തുന്നതായിട്ടുള്ള ഫ്ലാറ്റുകളെ വരെ ഹലാലാക്കിയിട്ടാണ് അവർ വിൽക്കുന്നത്. വാസ്തവത്തിൽ അവരുടെ മതത്തിൽ ഭക്ഷണത്തിൽ മാത്രമേ ഹലാൽ സമ്പ്രദായം പറഞ്ഞിട്ടുള്ളൂ. അത് എന്താ പറയുക, അവരുടേതായിട്ടുള്ള അറബിയിലുള്ള പല മന്ത്രങ്ങളും ചൊല്ലി അതിനെ അവരുടെ ഈശ്വരന് അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള രീതിയായിരുന്നു ഹലാൽ എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അത് സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തിന്റെ എല്ലാം പിടിച്ചടക്കുന്നതിൻ്റെയൊക്കെ മുദ്രയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അവരുടെ സങ്കല്പം. ഈ ലോകമേ നമ്മളുടെ ഭരണത്തിൽ വരണം, നമ്മുടെ ശരീഅത്ത് നിയമങ്ങളുടെ കീഴിൽ ഇസ്ലാം മാത്രമായിരിക്കണം ഈ ലോകം മുഴുവൻ, എല്ലാവരും ഇസ്ലാം വിശ്വാസികളായി തീരണം എന്നുള്ള സങ്കല്പത്തോടെ എല്ലാവരെ കൊണ്ടും ഹലാല് തീറ്റിക്കുക, ഹലാൽ അനുഭവിപ്പിക്കുക. അപ്പം മനസ്സ് അങ്ങനെ അനുകൂലമായി മാറും. എന്താ ഹലാല് കഴിച്ചാൽ എന്ന് ഇപ്പം തന്നെ നമ്മളിൽ പലരും ചോദിക്കുന്നില്ലേ? ഹലാല് കഴിച്ചാൽ എന്താ വിഷമാണോ? വിഷത്തിനേക്കാളും ഭേദമല്ലേ, നല്ലതല്ലേ എന്നൊക്കെ പറയാം. പക്ഷെ അവിടെ സങ്കല്പമുണ്ട്, അവരുടേതായിട്ടുള്ള ദൃഢമായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട് അതിൻ്റെ പുറകിൽ. തീർച്ചയായിട്ടും കാലം കഴിയുമ്പോൾ ദിവസം അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളും ആ രീതിയിൽ തന്നെ ചിന്തിക്കുന്നവരാവും. നമ്മുടെ കുട്ടികളൊക്കെ ആ രീതിയിൽ വളർന്നു വരും. എല്ലാവരും കൂടി ഒന്നിച്ച് നമുക്ക് എന്താ പറയുക തൊപ്പിയിട്ട് നടക്കാം. അതാണ് നല്ലതെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതിനെ പ്രാർത്ഥന കൊണ്ട് ശുദ്ധമാക്കുന്നത്. അത് ആര് കൃഷി ചെയ്തുവോ, ആര് കച്ചവടം ചെയ്തുവോ, ആര് പാചകം ചെയ്തുവോ അവരുടെയൊക്കെ മനസ്സങ്കല്പങ്ങൾ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ട്. അതിനെ അതിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടി നമ്മളത് ഈശ്വരന് സമർപ്പിക്കുന്ന മന്ത്രങ്ങൾ ചൊല്ലി ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്തവ്യം, ബ്രഹ്മകർമ്മ സമാധിന എന്നുള്ള ഗീതാമന്ത്രങ്ങളോ അല്ലെങ്കിൽ ഓം ഭൂർഭുവസ്വഹ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് എന്ന വേദമന്ത്രം കൊണ്ടോ ഗായത്രി മന്ത്രം കൊണ്ടോ, അതല്ലെങ്കിൽ അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി എന്ന് നമ്മുടെ ഇഷ്ടദേവത ഉപാസനാ മന്ത്രം കൊണ്ടോ ഏതെങ്കിലുമൊക്കെ മന്ത്രങ്ങളെ കൊണ്ട് അതിനെ ഈശ്വരന് സമർപ്പിച്ച് ന്യൂട്രലൈസ് ചെയ്യാം. അതിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബാധകളുണ്ടെങ്കിൽ, സങ്കല്പങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സും അതേപോലെ കച്ചവടക്കാരുടെ മനസ്സുപോലെ എല്ലാറ്റിലും കച്ചവടം കാണുന്നവരും സ്വാർത്ഥത വളർന്നു വരുന്നവരും കൃഷിക്കാരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഉള്ളിലും വിക്ഷേപങ്ങൾ ഉണ്ടാവുകയും അവരുടെ ദുഃഖങ്ങളൊക്കെ നമ്മുടെ ദുഃഖങ്ങളായി മാറുകയും അല്ലേ. ഇന്നത്തെ കൃഷിക്കാർക്ക് ഏറ്റവും വിഷമം എന്താ വെച്ചാൽ അധ്വാനിക്കുന്നത് മുഴുവൻ അവര് രാവും പകലുമില്ലാതെ ഊണും ഉറക്കവുമില്ലാതെ വെയിലും മഴയും മഞ്ഞും കൊണ്ട് കൃഷിസ്ഥലങ്ങളിൽ വലിയ നഷ്ടങ്ങൾ സഹിച്ചാണ് അവർ കൃഷി ചെയ്യുന്നത്. എന്തിനോടെല്ലാം അവർ പൊരുതണം? പ്രകൃതിയോട് ആദ്യം പൊരുതണം. പ്രകൃതി എപ്പോഴും അനുകൂലമേ അല്ല. മഴ വേണ്ടപ്പോൾ മഴ വരില്ല, വേണ്ടാത്തപ്പോൾ ഒന്നിച്ചു വരും. വെയില് താങ്ങാൻ പറ്റാത്തതായിട്ടുള്ള വെയില്, അല്ലെങ്കിൽ മഞ്ഞിൻ്റെ ആധിക്യം, കാറ്റ്, ഇങ്ങനെ പല പ്രതികൂല സാഹചര്യങ്ങൾ. അതിൻ്റെ പുറമെ പ്രകൃതിയിൽ തന്നെയുള്ളതായിട്ടുള്ള ജന്തുക്കൾ, പെരുച്ചാഴികൾ, കീടങ്ങൾ,
പന്നികൾ, കാട്ടുപന്നികളുടെ ശല്യം എല്ലാ ദേശത്തുമായിട്ടുണ്ട്. മയിലുകൾ, പലതരത്തിലുള്ള വെട്ടുകിളികൾ, കാക്കകൾ എന്ന് പറഞ്ഞ മാതിരി കന്നുകാലികൾ, ഇവരോടൊക്കെ ഡിഫെൻഡ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്കാണ് കൂലിപ്പണിക്കാരുടെ സിദ്ധാബാദ് വിളികളും അവരുടെ അവകാശങ്ങളും പറഞ്ഞുകൊണ്ട് അവർ മത്സരിക്കുന്നത്. അവർ കൊയ്യേണ്ട സമയത്ത് കൊയ്യാൻ വരില്ല, എല്ലാം നശിപ്പിക്കാനുള്ളതായിട്ടുള്ള എന്താ പറയുക, ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇന്ന സമയത്ത് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വലിയ നഷ്ടം വരും, അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായിട്ടുള്ള സ്വഭാവമാണ് തൊഴിലാളി വർഗത്തിനുള്ളത്. സമയത്തിന് അവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാ രംഗത്തും, അപ്പോൾ കൃഷിക്കാർക്ക് തന്നെ ഒരു സക്സസ്ഫുള്ളായിട്ട് അവർ ഉദ്ദേശിച്ച പോലെ വിളവെടുപ്പ് നടത്തുക എന്നുള്ളത് വലിയൊരു തപസ്സാണ്. അപ്പോൾ ഇത് ഓരോ നിമിഷവും ഓരോ ദിവസവും അവരുടെ മനസ്സ് തപിക്കുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട്, സങ്കടമുണ്ട് അവർക്ക്. ഇതൊക്കെ നമ്മളെ ബാധിക്കും. ഇത് കഴിക്കുന്ന നമ്മളെ ഇതൊക്കെ ബാധിക്കും. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മൾ കൃഷിക്കാർക്ക് അർഹിക്കുന്നതായിട്ടുള്ള വില കൊടുക്കാൻ തയ്യാറാവണം. അവരിൽ നിന്ന് നേരിട്ട് വാങ്ങാനുള്ള സൗകര്യങ്ങളും ഇല്ല. അതിൻ്റെ ഇടയിലുള്ള മധ്യവർത്തികളാണ് കൊള്ളക്കാരായിട്ട് അവരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഹോൾസെയിലായിട്ട് എല്ലാം ഏറ്റെടുക്കുകയും വിതരണം അവർ നിയന്ത്രിക്കുകയും ചെയ്യുന്ന മധ്യവർത്തികളായിട്ടുള്ള കോടീശ്വരന്മാരാണ് തിന്നു കൊഴുക്കുന്നത്. അപ്പോൾ അവരുടേതായിട്ടുള്ള മനസ്സും സങ്കല്പങ്ങളും അതും നമ്മളെ ബാധിക്കും. അപ്പം അതിനൊക്കെ എതിരായിട്ടാണ് ഒരു കർഷകർക്ക് വേണ്ടി നമ്മുടെ മോദിജി നിയമം കൊണ്ടുവന്നത്. പക്ഷേ ഈ മധ്യവർത്തികൾ കാശിറക്കി കൃഷിക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത് അതിനൊക്കെ എതിരെ സമരം ചെയ്ത് ഡൽഹിയിൽ കുറേ കത്തിക്കലും പിടിക്കലും എന്തൊക്കെയോ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ നിയമത്തെ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും കൃഷിക്കാർക്ക് എന്താ പറയുക, കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ പഴയ അവസ്ഥ തന്നെയാണ്. എല്ലാം എന്താ പറയുക, കള്ളന്മാരും കൊള്ളക്കാരും മാഫിയകളുമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ ബാധിക്കും. ഈ പറയുന്നതെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ബാധിക്കും, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും, നമ്മുടെ ചിത്തവൃത്തികളെ അത് നിയന്ത്രിക്കും. അതാണ് നമ്മുടെയൊക്കെ അസ്വസ്ഥതകൾക്കൊക്കെ കാരണം. നമുക്ക് ശാന്തരായിരിക്കാൻ കഴിയാത്തത് ഈ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാധീനമാണ്. ചിന്തിക്കുക. അതുകൊണ്ടാണ് കൃഷി ചെയ്ത പാചകം ചെയ്തതിനെ നിങ്ങൾ ഭക്ഷിക്കാതിരിക്കൂ എന്നാണ് വാനപ്രസ്ഥരോടും സന്യാസിമാരോടും കഴിയുന്നത്ര പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണപക്ഷ്യം നസ്നീയാത്, അശിക്കരുതേ. അകൃഷ്ടം കൃഷി ചെയ്യാതെ ഉണ്ടാകുന്ന, പ്രകൃതിയിൽ സ്വയമേ ഉണ്ടാകുന്നതായിട്ടുള്ളത് അശിക്കാവുന്നതാണ് എന്നാണ് താല്പര്യം. അത് പാകം വരുന്നതിന് മുമ്പ് അകാലതഃ ന ഭക്ഷിയാത് നസ്നീയാത്. അകാലതഃ എന്ന് പറഞ്ഞാൽ അത് പാകം വരുന്നതിന് മുമ്പ്, മൂത്ത് പാകം വരുന്നതിന് മുമ്പ് അകാലത്തിൽ അതിനെ ഭക്ഷിക്കരുത്. അതുപോലെ അഗ്നിപക്വം അത് ആമം വാ. അഗ്നിപക്വം, അഗ്നിയിൽ പാചകം ചെയ്തത്. ഇവിടെ നാസ്നീയാത് എന്നുള്ളിടത്തേക്കും അന്വയിക്കാം, ഉതാഹരേത് എന്നുള്ളിടത്തേക്കും അന്വയിക്കാം. അപ്പോൾ നമുക്ക് അഗ്നിപക്വമായിട്ടുള്ളത് ഭക്ഷിക്കാമെന്നുള്ള നിയമം എടുക്കാം. ആമം എന്ന് പറഞ്ഞാൽ പാതി വേവിച്ചത് അല്ലെങ്കിൽ തീരെ വേവിക്കാത്തത് എന്നൊക്കെയാണ് അർത്ഥം. ആമകുംഭം എന്ന് നമ്മൾ പ്രയോഗിക്കാറുണ്ട്. നമ്മുടെ രാമായണത്തിൽ ആമകുംഭസ്ഥം ആയിരിക്കുന്ന അമ്പു ചോർന്നു പോകുന്നത് പോലെ നമ്മുടെ ആയുസ് ചോർന്നു പോകുന്നു എന്ന് എഴുത്തച്ഛൻ ഉപമിച്ചിട്ടുണ്ട്. എന്താണ് ആമകുംഭം? മണ്ണ് കുഴച്ച് കുട ഉണ്ടാക്കി, പക്ഷെ അത് ചുട്ടെടുത്തില്ല, വേവിച്ചെടുത്തില്ല. വേവിക്കാത്തത് പച്ച മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടത്തിൽ വെള്ളം വെച്ചാൽ അത് ഏത് വഴിക്ക് പോകുന്നു എന്ന് കാണില്ല, അത് ചോർന്നു പോയിട്ടുണ്ടാവും. കുറെ മണിക്കൂറുകൾ കഴിഞ്ഞ് നോക്കിയാൽ വെള്ളത്തിൻ്റെ ഒരു തുള്ളി ഉണ്ടാവില്ല. അപ്പോൾ വെള്ളം നിൽക്കണമെങ്കിൽ മണ്ണ് നല്ലതുപോലെ ചുട്ടെടുക്കണം, ആ കുടത്തിനെ ചുട്ടെടുക്കണം. അതുകൊണ്ടാണ് അതിന് ആമകുംഭം എന്ന് പറയുന്നത്. വേവിക്കാത്ത കുടം. അത് നമ്മൾ പിതൃക്രിയകൾക്കൊക്കെയാണ് ഉപയോഗിക്കുക. എന്തായാലും ആമകുംഭം അല്ല, ഇവിടെ ആമം എന്ന് പറഞ്ഞു. ആമം എന്ന് പറഞ്ഞാൽ അൺകുക്ക്ഡ് എന്നർത്ഥത്തിലാണ്. അപ്പോൾ അൺകുക്ക്ഡ് ആയിട്ടുള്ളതും തീരെ അൺകുക്ക്ഡ് ആയിട്ടുള്ളത് ന അസ്നീയാത് എന്നും എടുക്കാം, നശിക്കരുത്.
പിന്നെയോ അർക്കപക്വം ആഹരേത്, ഏറ്റവും നല്ലത് ഇതാണ്. അതാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. അർക്കപക്വം എന്ന് പറഞ്ഞാൽ സൂര്യനിൽ പാകമായത് എന്ന് പറഞ്ഞാലോ കാലം കൊണ്ട് മൂത്തു പഴുത്ത വസ്തുക്കൾ, മൂത്തു പാകമായത്. അപ്പോൾ അകാലത്തിൽ പാകമാവാത്തതായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ഭക്ഷിക്കാതിരിക്കുക. സൂര്യനിൽ അഥവാ കാലത്തിൽ പാകമായതായിട്ടുള്ള പ്രകൃതിയിലുള്ള മറ്റ് ജന്തുക്കളൊക്കെ ഭക്ഷിക്കുന്നത് പോലെ നമ്മളും ഭക്ഷിച്ച് ശീലിക്കുക. ഏതെങ്കിലും ജന്തുക്കൾ പാചകം ചെയ്തിട്ടാണോ കഴിക്കുന്നത്? പക്ഷികളൊക്കെ അടുപ്പ് കൂട്ടി പാചകം ചെയ്തിട്ടാണോ കഴിക്കുന്നത്? സസ്യബുക്കുകളായിട്ടുള്ള കാട്ടിൽ ജീവിക്കുന്നതായിട്ടുള്ള മാനുകളും മുയലുകളും അതുപോലെ ജിറാഫുകളും ഒട്ടകങ്ങളും ആനകളും സീബ്രകളും കാട്ടുപോത്തുകളും ഒക്കെ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ പാചകം ചെയ്തിട്ടാണോ? അല്ല. അവർക്കൊക്കെ പാകമായതാണ്. ഓരോരുത്തർക്കും ഓരോന്നാണ് പാകം. ആ പാകമായത് ഭക്ഷിക്കുന്നു. അപ്പം അങ്ങനെയുള്ള അർക്കപക്കമാണ് പ്രകൃതിയിൽ ഭക്ഷണത്തിന് ഏറ്റവും യോഗ്യമായത്. അത് ശീലിക്കുക. കൃഷി ചെയ്തത് കഴിയുന്നത്ര ഒഴിവാക്കുക. പ്രകൃതിയിൽ നിന്ന് സ്വമേധയാ അല്ലേ അത് വളർന്നു വരുന്നതായിട്ടുള്ള പ്രകൃതി തന്നെ നൽകുന്ന വസ്തുക്കൾ, കാലത്തിൽ പക്വമായ കിഴങ്ങുകൾ, അതുപോലെ പഴങ്ങൾ, ഇലകൾ, അങ്ങനെയുള്ളതൊക്കെ, പൂക്കൾ, എന്തൊക്കെ ഭക്ഷിക്കാൻ പറ്റുമോ അതൊക്കെ ഭക്ഷിക്കാം. എന്ന് വെച്ചാൽ പരമാവധി കൃത്രിമമായതെല്ലാം ഒഴിവാക്കുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ഓർഗാനിക് ആവുക. ഇന്നത്തെ ഭാഷയിൽ കഴിയുന്നത്ര ഓർഗാനിക് ആവുക. വന്യൈശ്ചരുപുരോടാശാൻ നിർവഭേദ കാലചോദിതാൻ ലബ്ധേ നവേ നവേന്നാദ്യേ പുരാണം തു പരിത്യജേത്. വന്യൈഹി ചരുപുരോടാശാൻ നിർവഭേദ് കാലചോദിതാൻ ലബ്ധേ നവേ നവേ അന്നാദ്യേ പുരാണം തു പരിത്യജേത്. വന്യൈഹി എന്ന് പറഞ്ഞാൽ വനത്തിൽ ലഭിക്കുന്ന വസ്തുക്കൾ, വനത്തിൽ ഉൽപ്പന്നമായിട്ടുള്ള വസ്തുക്കളെ കൊണ്ട്. വന്യൈഹി കാലചോദിതാൻ ചരുപുരോടാശാൻ നിർവപേത്. കാലചോദിതാൻ എന്ന് പറഞ്ഞാൽ യഥാകാലത്തിൽ നിർവഹിക്കേണ്ടതായിട്ടുള്ള ചരുപുരോടാശങ്ങളെ, നൈവേദ്യങ്ങളെ എന്നർത്ഥം. ഈ അഗ്നിഹോത്രാദികളൊക്കെ വാനപ്രസ്ഥന്മാരും ചെയ്യേണ്ടതാണ്. ഒന്നുകിൽ ഈശ്വരാരാധന പൂജാരൂപത്തിലോ, അപ്പോൾ പൂജയിലാണെങ്കിൽ നൈവേദ്യമായിട്ട്, അല്ലെങ്കിൽ ഹോമങ്ങളാണെങ്കിൽ അതിലാണ് പുരോടാശം മുതലായത് അഥവാ ഹവിസ്. ഇതൊക്കെ സമ്പാദിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ നാട്ടിൽ കിട്ടുന്നത് പോലെയുള്ളതല്ല വനത്തിൽ കിട്ടുക. നാട്ടിലാവുമ്പോൾ നമുക്ക് എന്താ പറയുക, ഗോമയങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, പശുവിൻ്റേതായിട്ടുള്ള നെയ്യ് പാലൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ടുള്ളതായിട്ടുള്ള പുരോടാശങ്ങളോ നിവേദ്യങ്ങളോ ഒക്കെ ഉണ്ടാക്കാം. കാട്ടിലാവുമ്പോൾ എന്താ കിട്ടുക? കാട്ടിലാവുമ്പോൾ പഴങ്ങളും കിഴങ്ങുകളും അങ്ങനെയുള്ള വസ്തുക്കളാണ് അല്ലേ, കായ്കൾ അല്ലെങ്കിൽ തേന് മുതലായതൊക്കെ വേണമെങ്കിൽ കിട്ടും. അപ്പം അങ്ങനെയുള്ള വന്യങ്ങളായ വസ്തുക്കളെ കൊണ്ട് ഈശ്വരാരാധനയ്ക്ക് വേണ്ട നിവേദ്യങ്ങൾ അല്ലെങ്കിൽ ഹവിസ്സുകളെ തയ്യാറാക്കണം. യഥാകാലം ചെയ്യേണ്ട കർമ്മങ്ങൾ വാനപ്രസ്ഥന്മാരും ചെയ്യണം എന്നാണ് കാലചോദിതാൻ എന്നർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. യഥാകാലത്ത് നിങ്ങൾക്ക് കാലം നിങ്ങളെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യണം. അതിനാവശ്യമായ ദ്രവ്യങ്ങളെ വനത്തിൽ നിന്ന് തന്നെ സംഭരിക്കണം. നാട്ടിൽ പോയി കടകളിൽ പോയി ക്യൂ നിന്ന് വാങ്ങിച്ചു വരേണ്ട കാര്യം ഇല്ല. ഇനി നവേ നവേ അന്നാദ്യേ ലബ്ധേ പുരാണം തു പരിത്യജേത്. അപ്പൊ നിങ്ങൾ അല്പം ധാന്യങ്ങളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കിഴങ്ങുകളോ പഴങ്ങളോ ഒക്കെ സംഭരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, പൂജാദികൾക്കാണെങ്കിലും സ്വന്തം ഭക്ഷണം എന്തെങ്കിലും പുതിയത് ലഭിക്കുമ്പോൾ, അതാണ് നവേ നവേ ലബ്ധേ പുരാണം പരിത്യജേത്, പഴയതിനെ ഉപേക്ഷിക്കണം. എന്നുവെച്ചാൽ പഴയതിൻ്റെ മുകളിൽ പുതിയത്, അതിൻ്റെ മുകളിൽ പുതിയത് എന്ന് പറഞ്ഞിങ്ങനെ കൂട്ടിക്കൂട്ടി പൊസഷൻസ് കൂട്ടാൻ പാടില്ല, പരിഗ്രഹം കൂട്ടാൻ പാടില്ല. അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ സംഭരിച്ചു വെക്കാവൂ. അത് എന്താ പറയുക, പുതിയത് കിട്ടുമ്പോൾ പഴയതിനെ ഉപേക്ഷിക്കണം. മറ്റ് ജന്തുക്കൾക്കായിട്ട് അതിനെ വിതരണം ചെയ്യണം, വിട്ടുകൊടുക്കണം.
എല്ലാം കൂട്ടിവെക്കുകയല്ല വേണ്ടത്. ആ ഒരു പരിഗ്രഹം കുറയ്ക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. മാത്രമല്ല, കേടുവന്നത് പഴയത് ഒക്കെ ഭക്ഷിച്ച് അവനവൻ്റെ ആരോഗ്യവും അവനവൻ്റെ മനസ്സും കേടുവരാതിരിക്കാനും അത് നല്ലതാണ്. അപ്പോൾ പുതിയത് കിട്ടുമ്പോൾ പഴയത് ഉപേക്ഷിക്കേണ്ടതാണ്. ലബ്ധേ നവേ നവേ അന്നാദ്യേ പുരാണം തു പരിത്യജേത്. അഗ്നിയർത്ഥമേവ ശരണം ഉടജം വാദ്രികന്ധരം ശ്രയേത ഹിമവായുഗ്നിവർഷ അർക്ക ആതപഷാട് സ്വയം. അഗ്നിയർത്ഥമേവ ശരണം ഉടജം വാ അദ്രികന്ധരം ശ്രയേത ഹിമവായുഗ്നിവർഷ അർക്കാതപഷാട് സ്വയം. അഗ്നിയർത്ഥം ഏവ ഉടജം ശരണം അദ്രികന്ധരം വാ ശ്രയേത. ശ്രയേത എന്ന് പറഞ്ഞാൽ ആശ്രയിക്കേണ്ടതാണ്. എന്തിനെ? ഉടജം. ഉടജം എന്ന് പറഞ്ഞാൽ ഉടജാങ്കണം എന്നൊക്കെ നമ്മൾ രാമായണത്തിൽ ഇഷ്ടം പോലെ വായിക്കും. പർണശാലയാണ് ഉടജം. പർണശാലയുടെ മുറ്റത്തിനെയാണ് ഉടജാങ്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഉടജം പർണശാല, അല്ലെങ്കിൽ അദ്രികന്ധരം എന്ന് പറഞ്ഞാൽ ഗുഹ, പർവ്വത ഗുഹകൾ. ഇവയെ ശ്രയേത ആശ്രയിക്കണം. എന്തിനു വേണ്ടിയിട്ട്? അഗ്നിയർത്ഥം ഏവ, താൻ സംരക്ഷിക്കുന്ന, അഗ്നിഹോത്രം ചെയ്യുന്ന ആ അഗ്നിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. തന്റെ സംരക്ഷണമല്ല അവിടെ മുഖ്യം. അഗ്നിയെ സംരക്ഷിക്കാൻ വേണ്ടി അതിനെ മഴ കൊള്ളാതിരിക്കാനും മഞ്ഞു കൊള്ളാതിരിക്കാനും ഒക്കെ ആയിട്ട് കുടില് കെട്ടാം, അല്ലെങ്കിൽ ഗുഹയ്ക്കകത്ത് അതിനെ സംരക്ഷിക്കാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഗ്നിയർത്ഥമേവ, അഗ്നിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ തൻ്റെ കർമ്മങ്ങൾ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ആശ്രയം, ഒരു അഭയസ്ഥാനം, ഉടജമോ ഗുഹകളോ സ്വീകരിക്കുന്നത്. അല്ലാതെ സ്വയം ഹിമ വായു അഗ്നി വർഷ അർക്കാതപ ഷാട്ട്. ഷാട്ട് എന്നുള്ളത് സഹ എന്നുള്ള ധാതുവിന്റെ രൂപാന്തരമാണ്. സഹിക്കുന്നവൻ, ഷാട്ട്. എന്ത് സഹിക്കുന്നവൻ? സ്വയം ഹിമം മഞ്ഞിനെ സഹിക്കുന്നവനാകണം, വായു കാറ്റിനെ സഹിക്കുന്നവനാകണം, അഗ്നി തീയിനെ സഹിക്കുന്നവനാകണം, വർഷം മഴയെ സഹിക്കുന്നവനാകണം, അർക്ക ആതപം, അർക്കന്റെ ആതപം സൂര്യന്റെ ചൂട്. അപ്പൊ വെയില്, മഴ, മഞ്ഞ്, കാറ്റ്, അഗ്നിയുടെ ചൂട്, ഇതെല്ലാം സ്വയം സഹിക്കാൻ ശീലിക്കണം. അപ്പൊ തന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ആവരുത് ഈ എന്താ പറയുക ഉടജം പണിയുന്നതോ ഗുഹകൾ സംരക്ഷിക്കുന്നതോ. സുഖലോലുപനായിട്ടല്ല കഴിയേണ്ടത് എന്ന് താല്പര്യം. തൻ്റെ ശരീരത്തെ വളരെയധികം താലോലിച്ച് രക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനാണ് പഠിക്കേണ്ടത്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ച് പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കേണ്ടതാണ്. അതാണ് ഇനി തുടർന്ന് പറയാനിരിക്കുന്ന ആശയങ്ങൾ. നമ്മളും പ്രകൃതിയും ഒന്നാണെന്നുള്ള അറിവ്, ഭേദബുദ്ധി ഇല്ലാതാക്കലാണ് ലക്ഷ്യം. അപ്പോൾ പ്രകൃതിയെ അകറ്റി നിർത്തി പ്രകൃതിയെ പേടിച്ച് നമ്മൾ സുരക്ഷിതത്വം നോക്കി ഇരുന്നാൽ ഒരിക്കലും നമുക്ക് സർവാത്മഭാവം ഉണ്ടാവുകയില്ല. പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് തന്നെയാണ് തൻ്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. തൻ്റെ ശരീരം പഞ്ചഭൗതികമാണ്. ഈ പഞ്ചഭൂതങ്ങള് സമഷ്ടിയുമായിട്ട് ഭേദമില്ല. അതുകൊണ്ട് ഞാൻ ഈ സമഷ്ടിയുമായിട്ട് ഐക്യത്തിൽ, താതാത്മ്യത്തിൽ വർത്തിക്കണം. ഞാനിതിനെ അകറ്റി നിർത്തുകയല്ല, ഞാൻ എന്നെ ഇതിൽ നിന്നും അകറ്റി നിർത്തി ഐസൊലേറ്റ് ചെയ്യുകയല്ല വേണ്ടത്. ഞാൻ എൻ്റെ ശരീരവും എൻ്റെ എല്ലാ കരണങ്ങളും ഈ പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. സോ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കണം എന്നുള്ള സങ്കല്പം ഉണ്ടാവണം. അതിനാണ് ഇതൊക്കെ സഹിക്കാൻ പറയുന്നത്. അതാണ് ഹിമ വായു അഗ്നി വർഷ അർക്കാതപ ഷാട്ടായി സ്വയം ഭവിക്കണം. കേശരോമനഗസ്മശ്രുമലാനി ജഡിലോ ദദത് കമണ്ഡൽവജിനെ ദണ്ഡവൽക്കലാഗ്നി പരിച്ഛദാൻ. കേശരോമനഗസ്മശ്രുമലാനി ജഡിലോ ദദത് കമണ്ഡൽവജിനെ ദണ്ഡവൽക്കലാഗ്നി പരിച്ഛദാൻ. സ്വയം ഒരു അവധൂതനായി മാറാൻ പറയണോട്. അവധൂതൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തെ ശുശ്രൂഷിച്ച് സംസ്കരിച്ച് വൃത്തിയാക്കി വെക്കാത്തവൻ.
എന്നുവെച്ചാൽ പ്രകൃതി എങ്ങനെയാണോ നമ്മുടെ ശരീരത്തെ എന്താ പറയുക പോഷിപ്പിക്കുന്നത് അതിനെ അതിൻ്റെ പാട്ടിന് വിടുക. മറ്റത് നമ്മൾ കൃത്രിമമായിട്ട് പല ഇടപെടലുകളും നടത്തിയിട്ടാണ് നമ്മൾ എന്താ പറയുക തലമുടി വെട്ടുന്നതും ഡ്രസ്സ് ചെയ്യുന്നതും അല്ലേ, അതിനെ ചീവി ഒതുക്കി വെക്കുന്നതും അതുപോലെ ശരീരത്തിൽ സോപ്പ് തേച്ച് വൃത്തി ആക്കുന്നതും നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതും ആഭരണങ്ങൾ ധരിക്കുന്നതും ഇതൊക്കെ കൃത്രിമമാണ്. ഇതൊന്നും പ്രകൃതിയിലുള്ളതല്ല, മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാൻ പ്രകൃതിയിൽ എന്തുണ്ടോ, എങ്ങനെയാണോ ഈ സിവിലൈസേഷൻ ഉണ്ടാവുന്നതിന് മുമ്പേ മനുഷ്യർ പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചിരുന്നത്, ഇപ്പോഴും വനാന്തരങ്ങളിലൊക്കെ എങ്ങനെയാണോ ആളുകൾ ജീവിക്കുന്നത്, അതുപോലെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചാലേ പ്രകൃതിയിലേക്ക് എളുപ്പത്തിൽ മടങ്ങിപ്പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ദേഹാഭിമാനവും നമ്മുടെ മറ്റുള്ള വസ്തുക്കളിലൊക്കെ ഉള്ളതായിട്ടുള്ള മമത അഭിമാനം, ഞാൻ ആരാമോൻ, ഞാൻ സുന്ദരനാണ്, ഞാൻ നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നത് കാണുന്നില്ലേ, ഞാൻ കണ്ടില്ലേ ഇതാ കോട്ടും സൂട്ടും ടയ്യും ഒക്കെ കെട്ടി നടക്കുന്നത്, ഞാൻ ഇട്ടിരിക്കുന്ന ബ്രാൻഡ് ഏതാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എല്ലാറ്റിലും ബ്രാൻഡ് കോൺഷ്യസ് ആണ് അവർ. ഒരേ വസ്തു തന്നെ ഒരു ബ്രാൻഡഡ് ആയിട്ട് കഴിഞ്ഞാൽ അതിന് കുറേ വില കൊടുക്കണം. അതേ സാധനം ബ്രാൻഡഡ് അല്ലാതെ കിട്ടും. അത് 300-400 രൂപ കൊടുത്താൽ കിട്ടുന്നതായിട്ടുള്ള ജീൻസ് ഏതെങ്കിലും വലിയ ബ്രാൻഡുകൾ അതിലടിച്ചു കഴിഞ്ഞാൽ അത് 5000-10,000 ഒക്കെ ആക്കി മാറ്റും. ഒരേ സാധനം തന്നെ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ വസ്തുക്കളിൽ നിന്നായിരിക്കും. ഇപ്പോൾ പിള്ളേരുടെ അഭിമാനം കൂടി ഈ ബ്രാൻഡ് കോൺഷ്യസ് ആണ് അവർ. കുടിക്കുന്നത് നല്ല നാരങ്ങ വെള്ളം കുടിക്കുന്നതിന് പകരം കൊക്കക്കോല എന്നുള്ള വിഷം കുടിച്ചാലേ അവർക്ക് സന്തോഷമുള്ളൂ. എന്താ വെച്ചാൽ കൂട്ടുകാർ അതാ കുടിക്കുന്നത്, അവരുടെ ബ്രാൻഡ് അതാണ്. അപ്പം ഞാനും ആ ബ്രാൻഡ് നോക്കി വേണം കുടിക്കണം. അപ്പം ഇങ്ങനെ ഉപയോഗിക്കുന്ന ഏത് സാധനങ്ങളിലും, ചെരുപ്പാവട്ടെ പേനയാവട്ടെ അല്ലേ, ഇപ്പം ഇറങ്ങിയിട്ടുള്ള ചില ചെരുപ്പുകൾ ക്രൂക്സോ ഇതൊക്കെ പേരായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് 300 രൂപയ്ക്ക് കിട്ടുന്ന അതേ ചെരുപ്പ് 5000, 6000, 10,000 എന്നൊക്കെ കാണാം. അതേ ചെരുപ്പാണ് 300 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 10,000, 5,000 ആയിട്ട് ബ്രാൻഡ് നെയിം ഇട്ടിട്ട് കാണാം. അപ്പം ഇത് അഭിമാനമാണ്, ഇത് കൃത്രിമമായി ഉണ്ടാക്കിയ അഭിമാനമാണ്. നമുക്ക് ആകെ ആവശ്യം എന്താണ്? കാല് സുരക്ഷിതമായിരിക്കണം എന്നേ ഉള്ളൂ ഈ ചെരുപ്പിടുന്നതിൽ. അത് ഏത് ബ്രാൻഡ് ഇട്ടാൽ എന്താ, നല്ല സാധനം കാലിനെ സുരക്ഷിതമാക്കുന്നത്, നമുക്ക് കൺവീനിയൻ്റ് ആയിരിക്കുന്നതായിട്ടുള്ള സാധനം ഉപയോഗിക്കുക. അതിന് ബ്രാൻഡ് നോക്കേണ്ട കാര്യമില്ല. അതേ ബ്രാൻഡിന് ഉള്ളത് 10 എണ്ണം വാങ്ങിക്കാം നമുക്കിവിടെ ഈ സാധനം, ബ്രാൻഡ് ഇല്ലാത്തതാണെങ്കിൽ. അതുപോലെ എന്താ പറയുക, എന്തൊക്കെ ബ്രാൻഡുകളുണ്ട് ജീൻസിനൊക്കെ, ലീ മുതലായിട്ടുള്ള പല ബ്രാൻഡുകളുടെ നമ്മളിപ്പോൾ പേരൊന്നും പഠിച്ചു വെച്ചിട്ടില്ല, നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ ജീവിതത്തിൽ ജീൻസ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അറിയേണ്ട ആവശ്യമില്ല. അപ്പം ഇപ്പോൾ അതിനെ മുതലെടുക്കുന്ന പലരും ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് അതേ ബ്രാൻഡ്, അതേപോലെയുള്ള സ്റ്റിക്കറുകളോ അതേപോലെയുള്ളതായിട്ടുള്ള ബാഡ്ജ് പോലെയുള്ള സാധനങ്ങളൊക്കെ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ട് അടിച്ചു കൊടുക്കുന്നവരുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെ പല മാർക്കറ്റിലും പോയാൽ ഈ പറഞ്ഞ 10,000 രൂപയുടെ അതേ സാധനം ഇതേ ബ്രാൻഡ് അടിച്ചിട്ട് തരും നിങ്ങൾക്ക്. 500-600 കൊടുത്താൽ മതി. ഇതെല്ലാം എന്താ പറയുക, മൂടത്തരം എന്നേ പറയാനുള്ളൂ. ആവശ്യത്തിന് വസ്ത്രം ധരിക്കണമെന്ന്, നല്ല വസ്ത്രം ധരിക്കണം എന്നുള്ളത് മറന്നുപോയിട്ട് ഇങ്ങനെയുള്ള ഓരോ ഭ്രമങ്ങളിൽ ചെന്ന് ചാടുകയാണ്. അപ്പം അതൊക്കെ കുറച്ച് കൊണ്ടുവന്നാലേ നമ്മുടെ അഭിമാനം ഇല്ലാതെയായി നമുക്ക് പ്രകൃതിയുമായി എല്ലാവരുമായി എന്താ പറയുക ഒരു ഐക്യം പ്രാപിക്കാൻ സാധിക്കുന്നത്. ഓരോന്നും നമ്മൾ മതിൽ കെട്ടുകയാണ്, നമ്മൾ തന്നെ മതിൽ കെട്ടി വേർതിരിക്കുകയാണ്. ഇന്ന ബ്രാൻഡ് ധരിക്കുന്നവരൊക്കെ ഒരു ഗ്രൂപ്പ്, കേമന്മാരായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ആ ബ്രാൻഡ് ഇല്ലാത്തവരായിട്ടുള്ളവരൊക്കെ അതിൽ താഴെയുള്ളവർ, ഇതൊന്നും ഇല്ലാത്തവർ അതിലും വെച്ച് പുറംപോക്കുകൾ, ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ നമ്മുടെ ഉള്ളിൽ വളർന്ന് കോംപ്ലക്സ് ആയിട്ട് വരികയാണ്. ഇത് വെറും കോംപ്ലക്സ് ആണ്. അങ്ങനെ കോംപ്ലക്സ്ഡ് ആയിരിക്കുന്ന ആളുകൾക്ക് ഈ ബ്രാൻഡ് കിട്ടിയില്ലെങ്കിൽ ഭ്രാന്ത് വരുന്ന അവസ്ഥയാണ്. അവർ ആത്മഹത്യ ചെയ്യും അല്ലേ. കുട്ടികൾക്ക് ഇന്ന ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന വരയ്ക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നു. 5,000-6,000 കൊടുത്താൽ എല്ലാ സൗകര്യമുള്ള സ്മാർട്ട് ഫോണുകളുണ്ട്.
പക്ഷേ 50,000-ൻ്റെയോ 1,00,000-ൻ്റെയോ 1,50,000-ൻ്റെയോ ഉപയോഗിക്കുള്ളൂ എന്നുള്ളതാണ് പിള്ളേരുടെ. അതുപോലെ ബൈക്കുകൾ ഉപയോഗിക്കുന്ന പിള്ളേർ 60,000, 70,000, 1,00,000-ൻ്റെ ഉള്ളിൽ നല്ല ബൈക്കുകൾ കിട്ടാനുണ്ട്. പക്ഷേ എന്താ പറയുക, ലക്ഷങ്ങൾ വിലമതിക്കുന്ന ബൈക്കുകളുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇന്ന ബൈക്കുകളാണ്, അതുപോലെ എനിക്ക് ചെത്തി നടക്കണം. കോടികളുടെ ബൈക്ക് വരെ ആയിട്ടുണ്ട് ഇപ്പോൾ. കാറുകളേക്കാൾ വില കൂടിയ ബൈക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക, എന്നിട്ട് അതിൽ ചെത്തി നടന്ന് എന്താ പറയുക ആക്സിഡൻറ്റ് സംഭവിച്ച് മരിക്കാനാണ് അവർക്കൊക്കെ യോഗം. അങ്ങനെയുള്ളതിൽ ചീറി പാഞ്ഞ് ലൈസൻസ് എന്താ പറയുക യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പോയി ഏതെങ്കിലും ഗർത്തങ്ങളിൽ ചെന്ന് പതിച്ച് സ്വയം നശിക്കും. അപ്പം ഇതിൽ നിന്നൊക്കെ തിരിച്ചു പോക്കാണ് വാസ്തവത്തിൽ നമ്മുടെ എന്താ പറയുക പ്രകൃതിയുമായി ചേർന്നുള്ളതായിട്ടുള്ള ജീവിതം. അതാണ് വാനപ്രസ്ഥ ജീവിതം. നമ്മുടെ എല്ലാ അഭിമാനങ്ങളെയും കളഞ്ഞ് ദേഹാഭിമാനത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് പ്രകൃതിയും ഞാനും ഒരേ ദ്രവ്യങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്, ഞാൻ ഈ പ്രകൃതിയിൽ നിന്ന് അന്യനല്ല എന്നുള്ളതായിട്ടുള്ള ആ ബോധം വളർത്തുക. അതാണ് ഇവിടെ കേശ രോമ നഖ ശ്മശ്രുമലാനി ജഡിലോ ദദത്. ജഡിലൻ എന്ന് പറഞ്ഞാൽ ജട ധരിച്ചിരിക്കുന്നവൻ തലമുടിയെ ആ പ്രകൃതിക്ക് അനുസരിച്ച് വളർന്നു വരുന്നതിനെ അങ്ങനെ ചുറ്റിക്കെട്ടി വെക്കുന്നു, ജടയായിട്ട് വെക്കുന്നു. അത് ദദത് ധരിക്കുന്നവനായിക്കൊണ്ട് കേശരോമം ശിരസിലെ രോമങ്ങളും നഖങ്ങൾ വളരുമ്പോൾ അതിനെയും ശ്മശ്രു എന്ന് പറഞ്ഞാൽ മീശ താടി മുതലായത് അങ്ങനെയുള്ള മലങ്ങൾ എന്ന് വെച്ചാലോ ശരീരത്തിലെ ഇതൊക്കെ മലങ്ങളായിട്ട് സാധാരണക്കാർക്ക് തോന്നും. അതിനെയൊക്കെ ധരിക്കുന്നവനായിട്ട് അതിനെയൊന്നും വടിച്ചു കളയാതെ മുറിച്ചു കളയാതെ പ്രകൃതിക്കനുസരിച്ച് വിട്ട് കമണ്ടലു അജിനേ. കമണ്ടലു ജലപാത്രം കയ്യിൽ വാനപ്രസ്ഥനാണ് എന്നുള്ളത് സൂചിപ്പിക്കാൻ ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, സന്യാസി ഇവർ 3 കൂട്ടരും കമണ്ടലു ധരിക്കണം. അജിനം എന്ന് പറഞ്ഞാൽ മാന്തോല്, ഇത് രണ്ടും ധരിച്ച് ദണ്ഡ വൽക്കല അഗ്നി പരിച്ചതാൻ. ദണ്ഡം കയ്യില് ദീക്ഷയുടെ ചിഹ്നമായിരിക്കുന്ന ദണ്ഡവും അതുപോലെ വൽക്കലം മരവിരി മുതലായിട്ടുള്ള വസ്ത്രങ്ങളുടെ മുകളിൽ ധരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും അഗ്നി പരിച്ഛദങ്ങൾ എന്ന് പറഞ്ഞാൽ അഗ്നിഹോത്രം ചെയ്യാനുള്ള ഉപകരണങ്ങൾ. അഗ്നിപരിച്ഛദങ്ങൾ എന്നാൽ അഗ്നിഹോത്രത്തിന് ആവശ്യമായ സൃക്ക സ്രുവം മുതലായിട്ടുള്ള ആ കാര്യങ്ങളെയും കയ്യിൽ ധരിക്കുന്നവനായിരിക്കണം, സ്വീകരിച്ചിരിക്കണം. അപ്പൊ താൻ അഗ്നിഹോത്രം വെടിഞ്ഞിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന ദർഭയോ ചമതയോ ഒക്കെ കയ്യിൽ ധരിക്കാം. അഗ്നിക്ക് ഉപയോഗിക്കുന്ന അഗ്നിഹോത്രത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളും ഉപയോഗിക്കാം. കേശരോമ നഖശ്മശ്രുമലാനി ജഡിലോ ദദത് കമണ്ഡൽ വജിനേ ദണ്ഡവൽക്കലാഗ്നി പരിച്ഛദാൻ ചരദ്വനേ ദ്വാദശാബ്ദാൻ അഷ്ടൗ വാ ചതുരോ മുനിഃ ദ്വാവേകം വാ യഥാ ബുദ്ധിഃ ന വിപദ്യേത കൃച്ഛ്രതഃ. ചരേദ്വനേ ദ്വാദശാബ്ദാൻ അഷ്ടൗ വാ ചതുരോ മുനിഃ ദ്വാവേകം വാ യഥാ ബുദ്ധിഃ ന വിപദ്യേത കൃച്ഛ്രതഃ. ചരേത് വനെ, വനേ ചരേത് വനത്തിൽ ചരിക്കേണ്ടതാണ്. എത്ര കാലം? ദ്വാദശാബ്ദാൻ, ദ്വാദശം 12 അബ്ദങ്ങൾ വർഷങ്ങൾ. അപ്പൊ 12 വർഷങ്ങളോ, അഷ്ടൗവ 8 വർഷങ്ങളോ, ചതുരോവ 4 വർഷങ്ങളെങ്കിലുമോ, മുനിഹി അല്ലെങ്കിൽ ദ്വൗ ഏകം വ, ദ്വൗ 2 വർഷമോ, ഏകം 1 വർഷമെങ്കിലുമോ, യഥാ ബുദ്ധിഹി ന വിപദ്യേത കൃച്ഛ്രതഃ. ഇത് അഭ്യസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യഥാ എപ്രകാരമായാൽ കൃച്ഛ്രതഃ ബുദ്ധിഹി ന വിപദ്യേത, ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിക്ക് യാതൊരു തരത്തിലുള്ള ആപത്തുകളും വിഷമങ്ങളും ഉണ്ടാവാതിരിക്കാൻ. അപ്പോൾ ഈവൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പോലും 1 വർഷമെങ്കിലും ഈ മുനിചര്യ അഭ്യസിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവരും ബ്രഹ്മചര്യ ആശ്രമം കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്ന് 1 വർഷം ഇങ്ങനെ സഞ്ചരിക്കുന്നത് നല്ലതാണ്. ഒരു തീർത്ഥാടനമൊക്കെ നടത്തി ഒരു വാനപ്രസ്ഥനെ പോലെ ജീവിച്ച് പിന്നീട് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചാൽ അയാൾക്ക് ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. കാരണം ഓൾറെഡി താൻ തീയിൽ മുളച്ചതാണ്. ഇനിയുണ്ടോ വെയിലത്ത് വാടുന്നു
അപ്പം എല്ലാവർക്കും ഈ തീയിൽ മുളയ്ക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. അപ്പോൾ അവർക്ക് ജീവിതത്തിലെ ക്ലേശങ്ങളൊന്നും ബാധിക്കുകയേ ഇല്ല. അവർക്ക് അതിനൊക്കെ ഇമ്മ്യൂണിറ്റി അഥവാ റെസിസ്റ്റൻസ് നേടിയെടുക്കാൻ കഴിയും. നമ്മൾ വാക്സിനേഷൻ ചെയ്യുന്നത് പോലെ നമ്മൾക്ക് ശക്തി പകരുന്നതാണ് ഇതുപോലെയുള്ളതായിട്ടുള്ള തീർത്ഥാടനങ്ങളും ജീവിതങ്ങളും. ഏകാന്ത പഥികന്മാരായി യഥേഷ്ടം സഞ്ചരിച്ചുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നത് ഭക്ഷിച്ച് പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുക. കൂടുതൽ ഡിപ്പെൻഡൻസി ഇല്ലാതാക്കാനും പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെല്ലാം അടുത്തറിയാനും അതുമായി താതാത്മ്യം പ്രാപിക്കാനും ഇതെല്ലാം സഹായിക്കും. വെയിലും മഴയും കാറ്റും മഞ്ഞും ഒന്നും അയാൾക്ക് ഒരു പ്രശ്നമാവുകയില്ല. ഇതൊക്കെ എത്ര കണ്ടതാണ് എന്ന് ഒരു പരിചയ സമ്പത്ത് അദ്ദേഹത്തിന് അനുഗ്രഹിക്കും. അപ്പോൾ അതാണ് 12 വർഷം അല്ലെങ്കിൽ 8 വർഷം അല്ലെങ്കിൽ 4 വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 1 വർഷമെങ്കിലും ഇത് അഭ്യസിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് അഭ്യസിക്കുന്നതെന്ന് പ്രത്യേകം പറഞ്ഞു. ഇനി ജീവിതത്തിൽ ക്ലേശങ്ങൾ വന്നാൽ അത് അലട്ടാതിരിക്കാം. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് വരെ ഇത് അഭ്യസിക്കേണ്ടതാണെന്നും കൂടി താല്പര്യം. സന്യസിക്കുന്നതിന് മുമ്പ് ഇതുകൊണ്ട് നേടേണ്ട ആ ഒരു പ്രയോജനം നേടിയിരിക്കണം. പ്രകൃതിയെ ജയിക്കാനുള്ളതായിട്ടുള്ള ആ കഴിവ് നേടിയിരിക്കണം. കൃച്ഛ്രതഃ ബുദ്ധിഃ ന വിപദ്യേത, അതാണ് പ്രയോജനം. യഥാ കൽപഃ സ്വക്രിയായാം വ്യാധിഭിർജരയാ അഥവാ ആന്വീക്ഷിക്യാം വാ വിദ്യായാം കുര്യാത് അനശനാദികം. യഥാ കൽപഃ സ്വക്രിയായാം വ്യാധിഭിർജരയാഥവാ ആന്വീക്ഷിക്യാം വാ വിദ്യായാം കുര്യാത് അനശനാദികം. ഇങ്ങനെ ഇത്രയും വാനപ്രസ്ഥ ജീവിതം നയിച്ച് അവന് ശക്തിയുള്ളത് വരേക്ക് വാനപ്രസ്ഥ ജീവിതം തന്നെയോ അല്ലെങ്കിൽ സന്യാസത്തിലോ പ്രവേശിക്കണം എന്ന് താല്പര്യം. യഥാ അകൽപഃ സ്വക്രിയായ, അകൽപ്പൻ എന്ന് പറഞ്ഞാൽ ശക്തിയില്ലാത്തവൻ, കൽപ്പൻ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവനാണ്. യഥാ അകൽപഃ, എപ്പോഴാണോ ശക്തി ഇല്ലാതെയാകുന്നത്, എന്തിന്? സ്വക്രിയായ, സ്വന്തം ക്രിയകൾ ചെയ്യുന്നതിൽ. വ്യാധിഭിഹി ജരയ അഥവാ രോഗങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ജീർണത കൊണ്ട്, വാർദ്ധക്യം കൊണ്ട്. അപ്പോൾ വൃദ്ധരായി അല്ലെങ്കിൽ വ്യാധികൾ ബാധിച്ചു, അപ്പൊ തന്റെ ക്രിയകള് വാനപ്രസ്ഥന്റെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ ആന്വീക്ഷിക്കാം വിദ്യയാം വ, ആന്വീക്ഷികി എന്ന് പറഞ്ഞാൽ അന്വേഷണം ചെയ്യുന്ന, സത്യാന്വേഷണം ചെയ്യുന്ന, വിചാരം ചെയ്യുന്നതായിട്ടുള്ള വേദാന്ത വിദ്യ. ആ വേദാന്ത അഭ്യാസം ചെയ്യാൻ, അതിൽ വേദാന്ത വിചാരം ചെയ്യുന്നതായ വിദ്യയിലും ഏതുവരേക്ക് ശക്തി ഇല്ലാതാകുന്നുവോ അതുവരേക്ക് അനശനാധികം കുര്യാത്. അനശനം ആധികം എന്ന് പറഞ്ഞാൽ മുതലായവ. അനശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് വെച്ചാൽ ഉപവാസാദികളും അനുഷ്ഠിക്കാം എന്നർത്ഥം. തന്റെ ശരീരത്തിന് ശക്തിക്കനുസരിച്ച് കുറച്ച് ദിവസം ഒന്നിച്ചു തന്നെ വേണമെങ്കിൽ പട്ടിണി കിടക്കാൻ പരിശീലിക്കാം, അല്ലെങ്കിൽ ഇടവിട്ടതായിട്ടുള്ള ദിവസങ്ങളിൽ പരിശീലിക്കാം, അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളിൽ വ്രതങ്ങൾ എടുത്തുകൊണ്ട് തൻ്റെ ശരീരത്തെയും മനസ്സിനെയും വരുതിയിൽ വരുത്താം. ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഉപവാസാദികളെ കൊണ്ട് മനോധൈര്യത്തെ ദൃഢമാക്കാം, വിൽ പവർ വർദ്ധിപ്പിക്കാം. അതാണ് കുര്യാത് അനശനാധികം. അപ്പൊ ആരോഗ്യമുള്ളപ്പോൾ ഈ പറഞ്ഞ ഉപവാസാദികളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് താല്പര്യം. ആത്മന്യഗ്നീൻ സമാരോപ്യ സന്യസ്യ അഹം മമാത്മതാം കാരണേഷുന്യസേത് സമ്യക് സംഘാതം തു യഥാർഹതഃ. ആത്മന്യഗ്നീൻ സമാരോപ്യ സന്യസ്യ അഹം മമാത്മതാം കാരണേഷുന്യസേത് സമ്യക് സംഘാതം തു യഥാർഹതഃ. ഇനി ആത്മനി അഗ്നീൻ സമാരോപ്യ, അവനവനിലേക്ക് അഗ്നികളെയെല്ലാം തിരിച്ചെടുത്തിട്ട്, സമാരോപിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞാലോ, പുറത്ത് അഗ്നിഹോത്രം ചെയ്തുകൊണ്ടിരുന്ന ആള് ആ അഗ്നിഹോത്രത്തെയെല്ലാം സമാപിച്ചിട്ട് തന്നിലേക്ക് തന്നെ അടക്കിയിട്ട് വിരജാഹോമത്തിലൂടെ സന്യാസ സ്വീകരണത്തെയാണ് ഇവിടെ പറയുന്നത്. അതാണ് സന്യസ്യ അഹം മമാത്മതാം.
ഞാനെന്നും എൻ്റേതെന്നുള്ളതായിട്ടുള്ള ഭാവത്തെ സന്യസ്യ നല്ലതുപോലെ ഉപേക്ഷിച്ചിട്ട് സന്യാസം ചെയ്തിട്ട് സംഘാതം തു സമ്യക് കാരണേഷു യഥാർഹത ന്യസേത്. സംഘാതം എന്ന് പറഞ്ഞാൽ ഈ ശരീരമാകുന്ന സംഘാതം പഞ്ചഭൂതങ്ങളുടെ സംഘാതമാണ്, സപ്തധാതുക്കളുടെ സംഘാതമാണ്, ഇന്ദ്രിയങ്ങളുടെയും അന്ധകരണങ്ങളുടെയും ഭൂതങ്ങളുടെയും ഒക്കെ സംഘാതങ്ങളാണ്. 24 തത്വങ്ങളുടെ സംഘാതമാണ് ഈ ശരീരം. അപ്പൊ ഈ ശരീരത്തെ സമ്യക് കാരണേഷു അതിൻ്റെ ശരിയായ കാരണങ്ങളിലേക്ക്, അപ്പൊ കാര്യമായ പ്രോഡക്റ്റായ ഈ ശരീരത്തെ അതിൻ്റെ കോസിലേക്ക്, അതിൻ്റെ കാരണങ്ങളിലേക്ക് തിരിച്ച് ലയിപ്പിക്കുന്നതായിട്ടുള്ള പ്രക്രിയയാണ് ഇവിടെ ന്യസേത് സമ്യക് സംഘാതം തു യഥാർഹത. യഥാർഹത അർഹതയ്ക്കനുസരിച്ച് ന്യസേത് ന്യസിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് നിരന്തരം ഭാവന ചെയ്ത് ഉറപ്പിക്കണം. എന്താണ് നമ്മുടെ ശരീരത്തെ എന്തൊക്കെ കൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത്, ഏതൊക്കെയാണോ അതിലെ മെറ്റീരിയൽസ്, ഈ മെറ്റീരിയൽസിനെ സമഷ്ടി മെറ്റീരിയൽസുമായി ഭാവന ചെയ്ത് ഉറപ്പിക്കണം. അതാണ് ന്യാസം. സമഷ്ടിയും ഞാനും ഒന്നാണ് എന്നുള്ള ബോധം ഉറയ്ക്കാൻ, സർവാത്മഭാവം ഉറയ്ക്കാൻ. ഇതൊരു പ്രളയമാണ്. ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ സമഷ്ടിയിലേക്ക് ലയിപ്പിക്കൽ. അപ്പോൾ നിരന്തരമായ ഭാവനയാണ് മുഖ്യം. ഈ ശരീരത്തെ നിർമ്മിച്ച ഉപാദാന കാരണങ്ങളിലേക്ക്, ഈ ശരീരത്തിലുള്ള അതാത് അംഗങ്ങളെ, ആ ഉപാദാന കാരണത്തിൽ നിന്നുണ്ടായിട്ടുള്ള കരണങ്ങളെ അതിലേക്ക് തന്നെ തിരിച്ച് അയക്കുക. ഇവിടെ അയക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസാ ഹോമിക്കുക. മനസ്സുകൊണ്ട് ഇതം ന മമ ഇതം ന മമ ഇതം ന മമ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരത്തിലെ അഗ്നിയെ സമഷ്ടി അഗ്നിയിലേക്കും, തൻ്റെ ശരീരത്തിലെ വായുവിനെ സമഷ്ടി വായുവിലേക്കും, തൻ്റെ ശരീരത്തിലെ ആകാശത്തെ സമഷ്ടി ആകാശത്തിലേക്കും, തൻ്റെ ശരീരത്തിലെ ജലത്തെ സമഷ്ടി ജലത്തിലേക്കും, തൻ്റെ ശരീരത്തിലെ പൃഥ്വിയെ സമഷ്ടി പൃഥ്വിയിലേക്കും എന്താ പറയുക ഹോമിക്കുക എന്ന് പറഞ്ഞാൽ മുറിച്ചു മുറിച്ച് ഹോമിക്കാനല്ല അവിടെ പറയുന്നത്. ഭാവന ഉറപ്പിച്ച് സമർപ്പിക്കുക. ഞാൻ വേറെയാണെന്നുള്ളതായിട്ടുള്ള ചിന്ത ഉപേക്ഷിക്കുക, താതാത്മ്യം പ്രാപിക്കുക. അതിനുള്ള വിദ്യയാണ് പറഞ്ഞു തരുന്നത്. ഓരോന്നിനെയും അതാതിൻ്റെ ശരിയായ കാരണങ്ങളിൽ വിലയിപ്പിക്കുക. അതാണ് ഇവിടുത്തെ സന്യാസം. അത് തുടർന്ന് പറയുന്നു. ഖേ കാനി വായൗ നിശ്വാസാൻ തേജസി ഊഷ്മാണമാത്മവാൻ അപ്സു അസൃത് ശ്ലേഷ്മപൂയാനി ക്ഷിതൗ ശേഷം യഥോദ്ഭവം വാചമഗ്നൗ സവക്തവ്യാം ഇന്ദ്രേ ശില്പം കരാവപി പദാനി ഗത്യാ വയസി രത്യോപസ്തം പ്രജാപദൗ മൃത്യൗ പായും വിസർഗം ച യഥാസ്ഥാനം വിനിർദിശേത് ദിക്ഷു ശ്രോത്രം സനാദേന സ്പർശമധ്യാത്മനിത്വചം രൂപാണി ചക്ഷുഷാ രാജൻ ജ്യോതിഷി അഭിനിവേശയേത് അപ്സു പ്രചേതസാ ജിഹ്വാം ഘ്രേയൈർഗ്രാണം ക്ഷിതൗ ന്യസേത് മനോ മനോരഥൈശ്ചന്ദ്രേ ബുദ്ധിം ബോധ്യൈ കവൗ പരേ കർമാണ്യദ്യാത്മനാ രുദ്രേ യദഹം മമതാ ക്രിയാഃ സത്വേന ചിത്തം ക്ഷേത്രജ്ഞേ ഗുണൈർവൈകാരികം പരേ അപ്സു ക്ഷിതിമപോ ജ്യോതിഷി അദോ വായൗ നഭസ്യമം കൂടസ്ഥേ തച്ച മഹതി തദവ്യക്തേ അക്ഷരേ ച തദ് ഇത്യക്ഷരതയാത്മാനം ചിന്മാത്രമവശേഷിതം ജ്ഞാത്വാദ്വയോത വിരമേത് ദഗ്ധയോ നിരിവാനലഃ. ഇങ്ങനെ 25 മുതൽ 31 വരെയുള്ള ശ്ലോകം നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് എങ്ങനെയാണോ നമ്മുടെ ശരീരം, നമ്മുടെ അന്ധകരണങ്ങൾ, ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം ആവിർഭവിച്ചത്, അതേപോലെ ഇതെല്ലാം അവയിലേക്ക് തന്നെ തിരോഭവിക്കുന്നവയാണ്, ഇതിൽ തന്നെ തിരിച്ചു പോകുന്നതാണ്. അപ്പൊ അത് നമ്മൾ നമ്മുടെ അറിവ് കൊണ്ട് ഉറപ്പിക്കുക. നിരന്തരമായ വിചാരം കൊണ്ട് ഈ പ്രകൃതിയിൽ നിന്നുണ്ടായതാണ് എൻ്റെ ഈ ശരീര മനോബുദ്ധി ഇന്ദ്രിയാദികളെല്ലാം, ഇതെല്ലാം തിരിച്ച് അതിലേക്ക് തന്നെ ലയിക്കുന്നതാണ്. അപ്പൊ ഇപ്പോൾ ഈ രൂപത്തിൽ നിൽക്കുമ്പോഴും ഇത് പ്രകൃതിയിലെ ആ 24 തത്വങ്ങൾ തന്നെയാണ്.
ഞാനും പ്രകൃതിയും തമ്മിൽ യാതൊരു ഭേദവുമില്ല. ഈ നിരന്തരമായിട്ടുള്ള ഒരു വിചാരം കൊണ്ട്, അതാണ് സന്യാസം എന്ന് പറയുന്നത്. സമ്യക്കായി ന്യസിക്കുക, അതിലേക്ക് സമർപ്പിക്കുക. ഇതൊന്നും എൻ്റേതല്ല 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 എന്നുള്ള ഭാവം ഉറപ്പിക്കലാണ്. അപ്പോൾ നമുക്കിത് വൈകുന്നേരം കാണാം. ഈ ഒരു 6 ശ്ലോകങ്ങൾ 5 മണിക്ക് കാണാം. ഇപ്പം ഞാൻ നിർത്തുകയാണ്. വൈകുന്നേരം 5 മണിക്ക് കാണാം. ഇതിപ്പോൾ തുടങ്ങിയാലും കുറച്ച് കൂടുതൽ സമയമെടുക്കും, അതുകൊണ്ടാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. അപ്പോൾ വൈകുന്നേരം നോക്കാം നമുക്ക്. ഹരി ഓം.